നമ്മൾ ഏത് ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്നത്? ഏത് പ്രോബ്ലത്തിലാണ് ചെയ്ത് നിൽക്കുന്നത്? 17th question. 17th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ശരി ശരി, ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 18 ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് ചോദിക്കണില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിക്കൊള്ളാൻ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളുക. ക്വസ്റ്റ്യൻ നമ്പർ 18 വായിച്ചോളുക. PAB, another question. PAB is the midpoint of a line segment between axes. Hello, അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? ആരും എന്തും മിണ്ടാത്തെ? Yes, sir. ശരി ശരി, വായിച്ചേ, ക്വസ്റ്റ്യൻ വായിച്ചേ. Point AB is the midpoint of a line segment between axes. Show that the equation of the line is x by a plus y by b is equal to 2. x by a plus y by b equal to 2 അല്ലെ? അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. x by a plus y by b equal to 2. ആ ഇക്വേഷന്റെ പേരെന്താ? x by a plus y by b equal to 2, അല്ലെങ്കിൽ അതേ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? എന്താ എന്റെ പേര്? ഫെൻസ. അതേ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഇക്വേഷന്റെ പേരെന്താണ്? ഇന്റർസെപ്റ്റ് ഫോർമുല. ഇന്റർസെപ്റ്റ് ഫോർമുലയാണ് കേട്ടോ. ഇന്റർസെപ്റ്റ് ഫോർമുലയാണ്. നമുക്ക് നോക്കാം, നമുക്ക് വയ്യ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, ഇവിടെ PAB is the midpoint of the line segment between axes. ആദ്യം ഒരു പടം കുറച്ചേക്കാം നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇത് പറഞ്ഞേക്കുന്നതാണ് PAB is the midpoint of the line segment. ഈ ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റ് ആണ് PAB. ലൈൻ സെഗ്മെന്റ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ബിറ്റ്വീൻ ദി ആക്സസ് കേട്ടോ, ബിറ്റ്വീൻ ദി ആക്സസ്. ആക്സസുകൾ തമ്മിലാണ് ലൈൻ സെഗ്മെന്റ്. ആക്സസുകൾ തമ്മിൽ ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് PAB. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. PAB ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ആക്സസ്. അപ്പോൾ ആക്സസുകളുടെ ഇടയ്ക്ക് ഒരു ലൈൻ സെഗ്മെന്റ്. ആക്സസുകൾ തമ്മിൽ ഇടയ്ക്ക് വരുന്നതാണ് കേട്ടോ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നതും. ആക്സസുകളുടെ ഇടയ്ക്ക് വരുന്ന ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. ലൈൻ സെഗ്മെന്റിന് വേണമെങ്കിൽ ഒരു പേര് കൊടുത്തേക്കാം. AB എന്ന് പേര് കൊടുത്തിട്ടോ, AB. ലൈൻ സെഗ്മെന്റ് AB, അതിന്റെ മിഡ് പോയിന്റ് ആണ് P. ലൈൻ സെഗ്മെന്റ് AB, AB-യുടെ മിഡ് പോയിന്റ് P. ശരി, അങ്ങനെയെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ x by a plus y by b equal to 2 എന്ന് നമുക്ക് കിട്ടണം. അതിലേക്ക് വരാം കേട്ടോ. നിങ്ങൾ തൽക്കാലം കണ്ടിരിക്കുക. x by a plus y by b equal to 2 ആണ് ഈ ലൈനിന്റെ ഇക്വേഷൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം അതെങ്ങനെ കിട്ടും നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ എ എന്ന പോയിന്റ് നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? ലെറ്റ് എ, ഈ എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം എന്ന് പറഞ്ഞു തന്നെ. എ എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ വരുന്ന പോയിന്റാ? എവിടെ വരുന്ന പോയിന്റാ ഫിദ? എ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? x0. x0 എന്ന് എടുക്കും. ലെറ്റ് എ x0. എക്സ് ആക്സിസ് ആകുമ്പോൾ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, y കോർഡിനേറ്റ് 0 ആയിരിക്കും. ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സോ? ബിയുടെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം? ബി വൈ ആക്സിസിലാണ് അല്ലെ? ഇപ്പൊ എങ്ങനെ വരും റിസ്വാന? ബി വൈ ആക്സിസിലാകുമ്പോൾ 0y എടുത്തു. 0y. ഇനി
നമുക്ക് ഇന്റർസെപ്റ്റ് ഫോം എഴുതാനായിട്ട് ഇന്റർസെപ്റ്റ് ഫോമിനകത്ത് നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ് കേട്ടോ. ഈ a എന്താ മക്കളെ? x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആണ് ഇന്റർസെപ്റ്റ് ഫോം. അതിനകത്ത് a എന്താണ്? എന്താ മൂവാതെ a? x/a പ്ലസ് y/b ഈക്വൽ ടു 1 നകത്ത് x ഇന്റർസെക്റ്റ് x ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ x ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കേട്ടോ. ലൈൻ x ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് x ഇന്റർസെപ്റ്റ്. b എന്ന് പറഞ്ഞാൽ ആരാണ്? y ഇന്റർസെപ്റ്റ് ആണ്. ലൈൻ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ലൈൻ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് y ഇന്റർസെപ്റ്റ്. x/a പ്ലസ് y/b ഈക്വൽ ടു 1. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പി കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ത് കിട്ടും? മിഡ് പോയിന്റ് ഓഫ് എ ബി മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. പി ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ മിഡ് പോയിന്റ് എന്ത് വരും റോസ്മരിയ? മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിക്കുമ്പോ x1 plus x2 by 2, y1 plus y2 by 2. ഇവിടെ എന്താന്ന് പറഞ്ഞേ? X plus 0 by 2, 0 plus y by 2. x plus 0, x coordinate x plus 0 by 2 അല്ലെ? x plus 0 by 2 y plus 0 by 2. അതായത് ഈ പോയിന്റ് മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞത് x/2 y/2 അല്ലേ? മിഡ് പോയിന്റ് ഓഫ് എ ബി x/2 y/2 ആണ്. നമുക്ക് ഈ മിഡ് പോയിന്റ് തന്നിട്ടുണ്ടല്ലോ. ഗിവൺ മിഡ് പോയിന്റ് ഓഫ് എ ബി ഈക്വൽ ടു എന്തെന്നാ തന്നേക്കണത്? ഗിവൺ മിഡ് പോയിന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഏതാണ്? സ്മോൾ എ ബി എന്നുള്ള പോയിന്റ് അല്ലേ തന്നേക്കണത് അല്ലേ? അതിനുണ്ട് ഒന്നല്ലേ? രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇത് രണ്ടും കൂടെയും ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x/2 ഈക്വൽ ടു എ, y/2 ഈക്വൽ ടു ബി. x/2 ഈക്വൽ ടു എ എന്നും y/2 ഈക്വൽ ടു ബി എന്നും കിട്ടും. അത് രണ്ടും ഇക്വേറ്റ് കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സിന്റെ വാല്യൂ x ഈക്വൽ ടു 2a അല്ലെ? x ഈക്വൽ ടു 2a എന്ന് കിട്ടും. അതുപോലെ തന്നെ y ഈക്വൽ ടു 2b എന്ന് കിട്ടും. x ഈക്വൽ ടു 2a, y ഈക്വൽ ടു 2b. ശരിയല്ലേ? ഈ x ഈക്വൽ ടു 2a എന്താ? x ഈക്വൽ ടു 2a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x ഈക്വൽ ടു 2a നമുക്ക് ആ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഇപ്പൊ കിട്ടി. എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. x എന്താ? സ്മോൾ x എന്താ നമ്മൾ അസ്യൂം ചെയ്തേക്കണത്? സ്മോൾ x എന്താണ്? എന്താ അംജിത്തെ? സ്മോൾ x എന്തെന്ന് അസ്യൂം ചെയ്തേക്കണത്? അംജിത്, സ്മോൾ x എന്താടാ? 1 1 അല്ലേ? അല്ല, ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിട്ടില്ലേ പോയിന്റ് സ്മോൾ x? ആ x ആന്നേ കിട്ടിയേക്കണേ. x ഈക്വൽ ടു 2a എന്ന് കിട്ടി. ശരിക്കും ആ x ഈക്വൽ ടു 2a എന്ന് പറഞ്ഞാൽ എന്നതാ? കോർഡിനേറ്റ് വേറൊരു ടൈമിൽ പറഞ്ഞേ. നമുക്കിവിടെ വേണ്ട രീതിയിൽ വേറെ ടൈമിൽ പറഞ്ഞ് എക്സ് കോർഡിനേറ്റ് ആണ്. ഞാൻ സമ്മതിച്ചു. വേറെ രീതി പറയാലോ. അത് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ്. ഞാൻ സമ്മതിച്ചു. എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വേറൊരു പേര് പറയാലോ അതിന്. എന്താ ഫാത്തിമ ഷിജോ? എക്സ് ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് ആണ് ഇവിടെ കിട്ടിയേക്കണേ 2a കേട്ടോ. എക്സ് ഇന്റർസെപ്റ്റ് ആണ് 2a. ഇതിനർത്ഥം ദാറ്റ് ഈസ് എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 2a. എക്സ് ഇന്റർസെപ്റ്റ് 2a ആണ്. അതുപോലെ തന്നെ y ഇന്റർസെപ്റ്റ് 2b യുമാണ്. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? therefore ഇക്വേഷൻ x by x ഇന്റർസെപ്റ്റ് 2a plus y by y ഇന്റർസെപ്റ്റ് 2b ഈക്വൽ ടു 1. x by 2a plus y by 2b ഈക്വൽ ടു 1 എന്ന് വരും. ഒരു 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x by a plus
y by b equal to 2 എന്ന് കിട്ടും. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. x by a plus y by b equal to 2 എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എഴുതി വന്നേ, എന്റെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഫിഗർ വരച്ച് വെച്ചോളുക. എക്സ് ഇന്റർസെപ്റ്റ്, ഈ എക്സ് ഇന്റർസെപ്റ്റിയുടെ സ്മോൾ എക്സ് ആയിട്ടും y ഇന്റർസെപ്റ്റ് y ആയിട്ടുമാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് രണ്ടും കണ്ടുപിടിച്ചു. മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ട് മിഡ് പോയിന്റ് സെയിം ആണ്. അതിനകത്ത് എക്സും കണ്ടുപിടിച്ചു, വൈയും കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു 2a. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് ആണ്, വൈ ഇന്റർസെപ്റ്റ്. സാറെ മേളിൽ കാണിക്കാം. എവിടെയാടാ, മതിയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യനും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിച്ചുകൊടുക. പോയിന്റ് RHK സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 19. പോയിന്റ് RHK divide line segment between the axis in the ratio 1:2. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് മിഡ് പോയിന്റ് എന്നായിരുന്നു തന്നിരുന്നത്. ഇവിടെ 1:2 ആണ് റേഷ്യോ എന്ന് വന്നിരിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ മിഡ് പോയിന്റ് ആയിരുന്നു, ഇവിടെ റേഷ്യോ 1:2. നമുക്കൊരു പടം വരയ്ക്കാം. ഇവിടെയും എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ലൈൻ PQ എന്നൊരു ലൈൻ എടുത്തു. അതിനെ RHK ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ ആക്സിസ് ഇൻ ദ റേഷ്യോ 1:2. RHK എന്ന് പറഞ്ഞൊരു പോയിന്റ് കേട്ടോ. ഇതാണ് RHK. RHK ഈ PQനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയാണ് 1:2. RHK ഫസ്റ്റ് ശരിക്കും വായിക്കാം കേട്ടോ. RHK divides a line segment between RHK divides a line segment between the axis. Line segment between the axis. RHK divides a line segment between the axis in the ratio 1:2. അപ്പോൾ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ ആക്സിസിന് PQ എന്ന് പേര് കൊടുത്തു. RHK അതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:2 ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഈ PQ ന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ പോലെ തന്നെ ഈ P എന്ന് പറഞ്ഞ പോയിന്റ് ഏതായിരിക്കും? എങ്ങനെ എടുക്കും Pക്ക്? അസ്ലം റഷീദെ, P നമുക്ക് എങ്ങനെ എടുക്കാം? P എന്ന പോയിന്റ് എങ്ങനെ അസ്യൂം ചെയ്യാം? എക്സ് ആക്സിസിലോ
അപ്പൊ എങ്ങനെ അസ്യൂം ചെയ്യാം നമുക്ക് ആ പോയിന്റ്? എക്സിലല്ലേ, അപ്പൊ x0. x0 p x0 ആണ്. ക്യൂവിനോ 0y. 0y. p x0 ആണ്, q 0y കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് r ന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ബൈ യൂസിങ് സെക്ഷൻ ഫോർമുല, കോർഡിനേറ്റ് ഓഫ് r. എന്താ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് r ന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? എന്തായിരിക്കും ആസിമെ, ആസിം ഇർഫാൻ? സാർ പറഞ്ഞോ. സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്താൽ r ന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത എന്താണ് സെക്ഷൻ ഫോർമുല? ആസിം സാർ പറ, പറഞ്ഞോ. നീ ഇപ്പൊ ഞാനിവിടെ പേരെഴുതി വെക്കേണ്ടി വരും. mx ഇവിടെയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടിരിക്കണോട് ആസിമ. ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സെക്ഷൻ ഫോർമുല ഇപ്പൊ പഠിക്കണല്ല, 10ാം ക്ലാസ് പഠിച്ചേക്കുന്നതുവാ. +1 നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സസൈസ് ചെയ്തു സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്. എന്താ ഹാഷിമേ കോർഡിനേറ്റ് ഓഫ് r? p into mx2 plus nx1 by m plus n my2 plus my1 by. എടാ നീ ഒരു കാര്യം, നീ ഇവിടെ ഈ r ന്റെ കോർഡിനേറ്റ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് r ന്റെ കോർഡിനേറ്റ് എന്താണ്? r ന്റെ 2 1 ആണോ? ഇവിടെ സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്താൽ r ന്റെ കോർഡിനേറ്റ് എന്ത് കിട്ടും? അതാ ചുമ്മാ എഴുതി വെച്ചേക്കണ സെക്ഷൻ ഫോർമുല നോക്കി വായിച്ചിട്ട് കാര്യമില്ല. അതിവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇല്ല ഹാഷിമേ. പറഞ്ഞ ജമീലത്തെ സർ ആൻസർ പറയാനാണോ? ആൻസർ 2x by 3 y by 3. അല്ല, സ്റ്റെപ്പ് പറഞ്ഞോ. 1 into 0. 1 into 1 റേഷ്യോ ഇൻറ്റു ദൂരം വരുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ്. 1 into 0. കാരണം പലർക്കും അറിയാൻ പാടില്ല, അപ്പൊ സ്റ്റെപ്പ് എഴുതാണ്ടിരിക്കാൻ പറ്റുമല്ലോ. 1 into 0 plus 2 into x. 2 into x. 2 അതിന്റെ ദൂരെ വരുന്ന എക്സ് കോർഡിനേറ്റ്. 1 into 0 plus 2 into x divided by 1 plus 2. 1 plus 2. ഇനി അതുപോലെ y കോർഡിനേറ്റ് 1 into y. 1 into y plus 2 into 0. 2 into 0 by 1 plus 1 plus 2. അപ്പോൾ r എന്തോരം ജമീലത്തെ? 2x by 3. y by 3. y by 3. നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഈ പോയിന്റ്. ഏതാണെന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് HK എന്നല്ലേ? ഈ പോയിന്റ് RHK എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ കമ്പയറിംഗ് വിത്ത് RHK, കമ്പയറിംഗ് വിത്ത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ് RHK ആണെന്ന്. RHK അപ്പൊ എന്ത് കിട്ടും? 2x by 3. 2x by 3 equal to എന്തായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത് അൽസാഫെ? പറഞ്ഞടാ, രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോ എങ്ങനെ വരും? 2x by 3 is equal to y by 3 അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. എനിക്കറിയില്ല, നീ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോ 6x is equal to 3y അങ്ങനെയല്ലേ? 2x
2x/3 is equal to y/3 അങ്ങനെയല്ലേ സാറ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നോട് പറഞ്ഞില്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞോ? ഇത് രണ്ടോടെയും കമ്പയർ ചെയ്യാനല്ലേ പറഞ്ഞോളൂ. രണ്ടോടെയും കമ്പയർ ചെയ്താൽ എന്ത് കിട്ടുന്ന നിന്നോട് ഞാൻ ചോദിച്ചോളൂ. എന്തൊക്കെയാ രണ്ടെന്നുള്ളത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നീ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണ്ടല്ല ഇരുന്നത്. നമ്മൾ ഒരു പ്രോബ്ലം ഇതുപോലത്തെ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. ഞാൻ എഴുതി ഓർമ്മ. അതെനിക്ക് അറിയില്ലടാ അൽസാഫെ. എഴുതേണ്ട സമയത്ത് എഴുതണം. മനസ്സിലാക്കിയിട്ടല്ലേ എഴുതണത്. നീ ആധാരം എഴുത്തിനൊന്നും പോകാൻ വേണ്ടി എഴുതണല്ലോ. ഇത് പഠിച്ചെഴുതാൻ വേണ്ടിട്ടല്ലേ, പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിട്ടല്ലേ. ഇത് മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. നീ മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. എന്ത് മണ്ടത്തര പറഞ്ഞെന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റെങ്കിലും ആരെങ്കിലും ഇക്വേറ്റ് ചെയ്യൂടാ. ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആണെന്ന് പറയൂ? ഇല്ല. അത്രയ്ക്ക് വലിയ മണ്ടത്തരങ്ങളാ പറഞ്ഞത്. അതല്ല ഞാൻ ചോദിച്ചത്. RHK ആണെന്ന് തന്നിട്ടുണ്ട്. ഈ പോയിന്റ് RHK ആണ്. ഈ പോയിന്റ് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചും പോയിന്റ് കണ്ടുപിടിച്ചു. RHK എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. പറയാമോ അൽസാഫെ? അറിയില്ല സാർ. എടാ നീ എഴുതുകാർന്നല്ല, ഞാൻ പറഞ്ഞ ഒന്നും നീ കേട്ടിട്ടില്ല. സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് കമ്പയർ ചെയ്ത് കിട്ടിയേക്കുന്ന പോയിന്റ് ആണിത്. R2x/3 y/3. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് RHK ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്താൽ എന്ത് വരും? ഇനി പറയാൻ പറ്റുമോ? ആറിന്റെ വാല്യൂസ് എഴുതിയ പോലെ. എടാ R എന്ന് പറഞ്ഞ പോയിന്റ് രണ്ട് രീതി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ഒന്ന് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് R എന്താണെന്ന് കിട്ടി. അടുത്തത് ക്വസ്റ്റ്യനിൽ R എന്താണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് R എന്നുള്ള പോയിന്റ്, ഒരു പോയിന്റ് തന്നെയാണ് രണ്ടു പ്രാവശ്യം തന്നേക്കണത്. ഒരു പോയിന്റ് തന്നെയാണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ എങ്ങനെ വരും? 2x/3 y/3. എന്നെ തന്നെ ഒന്നും പറഞ്ഞേ. 2x/3 y/3 അങ്ങനെയല്ലേ? 2x/3 y/3 y/3 എന്തായിരിക്കും അഷ്കറെ? 2x/3 is equal to h. 2x/3 equal to h. y/3 is equal to k. y/3 equal to k. 2x/3 equal to h ൽ നിന്ന് നമുക്ക് x equal to 3h/2 എന്ന് കിട്ടും. x equal to 3h/2. ഇവിടെ നിന്ന് y equal to 3k എന്നും കിട്ടും. ഈ x എന്ന് പറഞ്ഞാൽ ഏത് എക്സ് ഇന്റർസെപ്റ്റ് ആണ് കേട്ടോ. എക്സ് ഇന്റർസെപ്റ്റ് ആണ് ഈ കിട്ടിയേക്കുന്നത്. y എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആണ്. എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും ആണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് പി ക്യൂ എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് പി ക്യൂ മിഷാലെ? മുഹമ്മദ് മിഷാൽ, ഇക്വേഷൻ ഓഫ് പി ക്യൂ എന്തായിരിക്കും? ഇക്വേഷൻ ഓഫ് പി ക്യൂ പഴയ റേഡിയോ ഓൺ ആക്കിയ പോലെ അല്ലോടാ. ഇടയ്ക്കിടയ്ക്ക് ചില മുരളിലും മുളിച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇടയ്ക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇക്വേഷൻ ഓഫ് പി ക്യൂ ഒരു ബോധമില്ലടാ, ഒരു ബോധമില്ല. y/3k plus 3/h. y/3k plus ശരി, y/3k പ്ലസ് y/3k plus y/3k plus x
പെട്ടെന്നാവട്ടാ. ഇവിടെ എന്താണ് ഇന്റർസെപ്റ്റ് ഫോം? അറിയില്ല സാറേ. എന്താ അർജുനെ? സാർ പറയാം. ഈ ഇത് മറ്റേ 3h/2 എഴുതണ്ടേ? നീ എന്റെ ഇക്വേഷൻ ഇങ്ങ് പറഞ്ഞാൽ മതി. നീ എന്നോട് തിരിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. നീ ഇക്വേഷൻ ഇങ്ങ് പറഞ്ഞാട്ടെ. എക്സ്/2 എഴുതണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അല്ലെ നീ ഉത്തരം പറ. 3h/2 + y/3 എഴുതണ്ടേ? എഴുതണം. 3h/2 എന്ന് കൊടുക്കണം ഞാൻ ആദ്യം. എടാ എന്താണ് ഇന്റർസെപ്റ്റ് ഫോം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കട്ടെ. എന്താണ് ഇന്റർസെപ്റ്റ് ഫോം? അതല്ല ഈക്വൽ ആണുള്ള അല്ല. എന്താണ് ഇന്റർസെപ്റ്റ് ഫോം? എന്താ മിർസ ഇന്റർസെപ്റ്റ് ഫോം? x by a plus y by b. x/a + y/b is equal to 1. ഈക്വൽ ടു. അതിനകത്ത് a എന്താ? a എന്ന് പറയുന്നത് ആദ്യത്തെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയപ്പോ ഇവിടുത്തെ y കിട്ടിയില്ലേ? അല്ല, എയുടെ മീനിങ് എന്താന്ന് പറ. ഇക്വേഷനകത്ത് a എന്ന് പറഞ്ഞാൽ എന്താണ്? a എന്ന് പറഞ്ഞാ ഞാൻ ഇത് വെച്ച് പറഞ്ഞാൽ മതിയോ? ഡിഫൈൻ ചെയ്യണമെങ്കിൽ അറിയാമോ? ഇതിനകത്ത് അല്ലാതെ എന്താന്ന് അറിയണല്ലോ. അത് വെച്ച് പറഞ്ഞാൽ പോരാ. എ എന്താന്ന് അറിയാം. നമ്മളൊരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ലെറ്റേഴ്സ് എന്താന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഇക്വേഷനെ ഒരു ഫോർമുലയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും എന്താന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ട് x/a + y/b = 1 എയും ബിയും എന്താന്ന് പറഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ലെറ്റേഴ്സ് എന്തിനാണ് സൂചിപ്പിക്കണത് എന്നുള്ളത് അറിയണം. ഇന്റർസെപ്റ്റ് ആണ്. a = x ഇന്റർസെപ്റ്റ്. b എന്താ? y ഇന്റർസെപ്റ്റ്. b y ഇന്റർസെപ്റ്റ്. അപ്പോൾ ഇവിടെ x ഇന്റർസെപ്റ്റ് എന്താന്ന് നമ്മൾ കണ്ടുപിടിച്ചു, y ഇന്റർസെപ്റ്റ് എന്താന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ഇക്വേഷൻ എന്ത് വരും പറഞ്ഞോ? x/3h/2 x/3h/2 plus y/3k. 3k തീർന്നോ? ഈക്വൽ ടു 1. എന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. ഈ 2 ന്യൂമറേറ്ററിലേക്ക് വരും കേട്ടോ. ഇൻറ്റു റെസിപ്രോക്കൽ ആവും. ഇൻറ്റു റെസിപ്രോക്കൽ ആകുമ്പോൾ 2x/3h മ്യൂട്ട് ചെയ്തേ. 2x/3h പ്ലസ് y/3k = 1. 3 കൊണ്ട് വേണമെങ്കിൽ മൊത്തം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2x/h പ്ലസ് y/k = 3 നിൽക്കും. സാർ ആ റേഷ്യോ എടുക്കുമ്പോ കൃത്യം ആ താഴെ എക്സ് ആക്സിസിന്റെ അവിടുന്ന് 1:2 അങ്ങനെ എടുക്കണമെന്നുണ്ടോ? തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരിച്ചു കൊടുക്കാലോ 1:2. അത് എവിടെ നിന്ന് എങ്ങോട്ടാന്ന് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. സെക്ഷൻ ഫോമുലേക്ക് വ്യത്യാസം മാറ്റം വരും. അതനുസരിച്ച് ആൻസറിന് മാറ്റം വരും കേട്ടോ. അതനുസരിച്ച് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. കൃത്യമായിട്ട് പറയാത്തോണ്ട് തിരിച്ചെടുത്താലും കുഴപ്പമില്ല. Then 20th question. എന്തോ മേലോട്ട് നാട്ടാ കഴിഞ്ഞില്ല? ഇല്ല, എഴുതിയില്ല. ശ്രദ്ധിക്കലും എഴുതലും എല്ലാം ഒപ്പം നടന്നു പോയിക്കൊള്ളണം. ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കരുത്. എഴുതുമ്പോ എഴുത്ത് മാത്രം, കേൾക്കില്ല, കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എഴുതാണ്ടിരിക്കുക, എല്ലാം കൂടെ ചെയ്യരുത് കേട്ടോ. കേൾക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം. എല്ലാ കാര്യങ്ങളും നടക്കണം.
അത്യാവശ്യം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കണം, മനസ്സിലാക്കിയിട്ട് എഴുതിക്കൊള്ളണം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഗ്യാപ്പ് വരുമ്പോൾ എഴുതി പോവുക. കഴിഞ്ഞോ? സാർ കഴിഞ്ഞു. Then question number 20. By using the concept of equation of a line, prove that the 3 points 30 A B -2 ഞാൻ പോയിന്റിന് പേര് കൊടുക്കുന്നുള്ളൂ കേട്ടോ. C82 are collinear. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട് കേട്ടോ, പല മാർഗങ്ങളുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാം. എന്താ ഒരു മാർഗം? കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞേ. എന്താ റസ്വിനെ കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം? മറ്റേ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ സ്ലോപ്പ് ഓഫ് ബി സി. സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സി, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ കൊളീനിയർ ആണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. ഒരു മാർഗം പറഞ്ഞാൽ ആ മാർഗത്തിലൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ലൈനിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഷോ ദാറ്റ് ദീസ് 3 points are collinear. ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞേക്കുവാണ്. ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, 3 പോയിന്റ് തന്നാൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 പോയിന്റ് അറിയാമെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പാടില്ലേ? ഇവിടെ പറഞ്ഞേക്കുന്നില്ല പിള്ളേരെ, ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് നമ്മളോട്. ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ എ ബി എന്ന ലൈൻ 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. ആ എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ ആദ്യം ഇക്വേഷൻ ഓഫ് എ ബി, ഇക്വേഷൻ ഓഫ് ദ ലൈൻ എ ബി കാണുക. ആദ്യത്തെ പോയിന്റ് x1y1, രണ്ടാമത്തെ പോയിന്റ് x2y2. x1y1 x2y2 ആണെങ്കിൽ എന്താ ഫോർമുല? 2 പോയിന്റ് അറിയാമെങ്കിൽ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എന്താ ഫർഹാനെ? 2 ലൈൻ അറിയാമെങ്കിൽ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? എടാ പെട്ടെന്നാവട്ടെ. സാറേ ഇവിടെ ഒരു ചോദിച്ചു. 2 പോയിന്റ് തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണാം? 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ലോപ്പ് ഇതെടുത്ത് ചെയ്താ പോരെ? ഞാൻ എടുക്കുകയാണ് അതിന്റെ സ്ലോപ്പ് എടുക്കുവല്ലേ? സ്ലോപ്പ് എടുക്കുവാണോ? പറഞ്ഞോ, പറഞ്ഞ എങ്ങനെയാന്ന്? മറന്നുപോയി ഇക്വേഷൻ. മറന്നുപോയോ? പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് മേടിച്ചേർന്നല്ലോടാ ഇത് പഠിച്ച്. എത്ര പെട്ടെന്ന് മറന്നുപോയോ? സാറേ ഏത് ഇക്വേഷൻ ഓർക്കല്ല, എനിക്ക് പെട്ടെന്ന്. നിനക്ക് ശീഘ്രം അറിയാണല്ലേ? പരീക്ഷ കഴിഞ്ഞ ഇപ്പൊ 2 ദിവസം ആയുള്ളൂ. 2 ദിവസം ആയുള്ളൂ. ശരി ശരി. 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ ഇർഫാനെ? എക്സ് കോസ് ഒമേഗ അതാണോ? എക്സ് കോസ് ഒമേഗ
എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ. കോസ് മാത്രം സീക്കും കൊസീക്കും ഒക്കെ കേട്ടോ. കോസ് മാത്രമായിട്ട് നിർത്തണ്ട, എല്ലാം കൂടെ കൊടുക്കും. എന്തൊക്കെ ഉത്തരടാ പറയണേ? 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ കോസോ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞ എന്നാടാ? ഞാൻ ചോദിക്കല്ല, ചോദിച്ചോണ്ട് തന്നെ അത് അതിൽ കൂടുതൽ സമയം പോകും. എന്താ ഭീമ 2 പോയിന്റ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ? സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും പ്രൂവ് ചെയ്യണ്ടേ? സ്ലോപ്പ് ഈക്വൽ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ഇവിടെ എ ബിയുടെ സ്ലോപ്പും ബി സിയുടെ സ്ലോപ്പും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ? അത് ഞാൻ ചോദിക്കുന്നതല്ല മോളെ. ഞാൻ ചോദിക്കുന്ന 2 പോയിന്റ് അറിയാമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ ഫോർമുല ഉണ്ടല്ലോ. x1 y1 x2 y2 എന്നിങ്ങനെ 2 പോയിന്റ് തന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ടൊരു ഫോർമുല ഉണ്ട്. സ്ലോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഫോർമുല ഡിറൈവ് ചെയ്തേക്കുന്നത്. സ്ലോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫോർമുല ഡിറൈവ് ചെയ്തേക്കുന്നത്. ആ ഫോർമുല എന്താണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. y2 minus y1 by x2 minus x1 അല്ലേ? y2 മൈനസ് y1 by x2 minus x1 അല്ലേ? അത് സ്ലോപ്പ്. 2 പോയിന്റ് അറിയാമെങ്കിൽ സ്ലോപ്പ് ആണത്. ഞാൻ ചോദിക്കുന്നത് സ്ലോപ്പ് അല്ല, ഞാൻ ചോദിക്കുന്നത് ലൈൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. 2 പോയിന്റ് അറിയാമെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുലയാണോ? ഡിസ്റ്റൻസ് അല്ല സാറേ. ആ y മൈനസ് y1 ആ ഇക്വേഷൻ ആണോ? നീ പറഞ്ഞേ നോക്കട്ടെ, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കട്ടെ, പറഞ്ഞോടാ. y മൈനസ് y1 is equal to m into y1 is equal to m into x minus x1 ആണോ? അല്ലല്ല, നിനക്ക് സമയം തന്നിട്ടും കാര്യം ഉണ്ടായില്ല കേട്ടോ. സമയം കിട്ടിയിട്ട് കാര്യം ഉണ്ടായില്ല. അതല്ല, 2 പോയിന്റ് ഫോം എന്ന് പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ടല്ലോ. 2 പോയിന്റ് ഫോം. 2 പോയിന്റ് തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ എന്താന്നുള്ളത് പറയും. y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. ശരി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറ. y minus 0 by minus 2 minus 0 equal to x minus 3 by minus 2 minus 3. എന്തോരത്? y divided by minus 2 equal to x minus 3 by minus 5. ശരി, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് പറഞ്ഞേ. ചെയ്തു പോരെ കേട്ടോ, ചെയ്തു പോരെ, ചെയ്യാണ്ടിരിക്കണ്ട. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് പറഞ്ഞത്. എവിടെ ഫെൻസ്? അവിടെ minus 5 into y equal to minus 2 into x minus 3. ശരി, ഞാൻ ആ രണ്ടിടത്തെ മൈനസ് കളഞ്ഞു കേട്ടോ. 2 സൈഡിലും മൈനസ് ഇല്ലേ? ആ 2 മൈനസോടും ക്യാൻസൽ ആയിപ്പോക്കോളും. -2ഉം -5 ഉണ്ട്, മൈനസോടും ക്യാൻസൽ ആയിപ്പോക്കോളും. രണ്ടിടത്തെ മൈനസ് പോയി പ്ലസ് ആയിക്കോളും. ഇനി 5y ഈക്വൽ ടു 2x minus 6. y അപ്പുറത്തേക്ക് കൊണ്ടുപോയേക്കാം. 2x minus 5y minus 6 equal to 0. രണ്ട് പോയിന്റിൽ കൂടി കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് തൊട്ടിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് സിനെ തൊട്ടിട്ടില്ല.
അതോടെ കൊളീനിയർ ആണെന്ന് കാണിക്കാനായിട്ട് എന്തായിരിക്കും മാർഗം? കൊളീനിയർ ആണെന്ന് കാണിക്കണമെങ്കിൽ എന്താണ്? കൊളീനിയർ എന്ന് പറഞ്ഞാൽ സെയിം ലൈനിൽ വരണം അല്ലെ? ഇപ്പൊ നമ്മൾ എ ബി 2 പോയിന്റ് എടുത്തു, ആ 2 പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ കണ്ടുപിടിച്ചു. എയും ബിയും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ ലൈനിൽ സി എന്ന പോയിന്റ് ഉണ്ടെങ്കിൽ കൊളീനിയർ ആയി. ശരിയല്ലേ? ഈ 3 പോയിന്റും കൂടെ ഒറ്റ ലൈനിൽ വന്നല്ലോ. 3 പോയിന്റും കൂടെ ഒറ്റ ലൈനിൽ വന്നു. ഇപ്പൊ നമ്മൾ എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിച്ചത്. എ ബി ഈ സി ലൈനിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊളീനിയർ ആണ്. എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. സി എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൊളീനിയർ ആയി. സി ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? എങ്ങനെ അറിയാം? എന്താ റോസ്മരി ആ മാർഗം? AC plus CB is equal to AB. AC എത്രയാ? അത് ഇത് ഈ AB കണ്ടുപിടിച്ച പോലെ AC കണ്ടുപിടിച്ചിട്ട് AB ഇപ്പൊ നമ്മള് കണ്ടുപിടിച്ച ABയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചതുപോലെ AC കണ്ടുപിടിച്ചത്. എന്നിട്ട് ആ 2 ഇക്വേഷനോടെ കൂട്ടണം. AC AB കൂടെ കൂട്ടുവാണേ. ACയും ABയും കൂട്ടല്ല. ABയിൽ നിന്ന് AC കുറച്ച അതെപ്പോഴാ അങ്ങനെ ചെയ്യണ? എപ്പോഴാ? നിങ്ങൾ എന്റെ പുക കണ്ടിട്ട് ഇറങ്ങുള്ളൂ അല്ലെ? അത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണതാണ് കേട്ടോ. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലാണ് അങ്ങനെ ചെയ്യണത്. എസിയും എ ബിയും ബി സിയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും 2 കൂട്ടുമ്പോൾ 3ാമത്തേലേക്ക് എത്തും. അത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ? എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് സി എന്ന ഒരു പോയിന്റ് ഈ ലൈനിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊളീനിയർ ആണ്. ഇല്ലെങ്കിൽ കൊളീനിയർ അല്ല. അപ്പോൾ സി എന്ന പോയിന്റ് ഈ ലൈനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. സി എന്ന പോയിന്റ് ഈ ലൈനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന എ ബി ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സി ഇതിനകത്തുണ്ടോ ഇല്ലയോ അത്ര അറിഞ്ഞാൽ ഇനി എങ്ങനെയാ ലുക്മാനെ സി ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സിയുമായി കമ്പയർ ചെയ്ത് ഏതെങ്കിലും ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? സി ആയിട്ട് സിയുടെയും ബിയുടെ ഏതെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ മതിയോ ഇക്വേഷൻ? അങ്ങനെ ഇക്വേഷൻ കിട്ടും, പക്ഷെ നമുക്ക് ആൻസർ കിട്ടില്ല. ബിയും സിയും എടുത്ത് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം, വേറൊരു ഇക്വേഷൻ കിട്ടും. അപ്പോഴൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താ ഫിദ, എന്താ മാർഗം? ശരിയാണോ അറിയില്ല കേട്ടോ. ആ സിയുടെ കോർഡിനേറ്റ് പോയിന്റ്സ് നമുക്ക് ഈ 2x -5y -6 ഇത് ചെയ്താൽ പോരെ? സി എന്ന പോയിന്റ് ഇക്വേഷനിൽ കൊടുക്കണം. സി എന്ന പോയിന്റ് ഇപ്പൊ കണ്ടുപിടിച്ച ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എക്സിന് പകരം ഏതായിരുന്നു? സി 8 അല്ലേ? സി 8. അപ്പോൾ എക്സിന് പകരം 8ഉം വൈക്ക് പകരം 2ഉം ആ പോയിന്റ് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ ട്രൂ ആണെങ്കിൽ ആ ഇക്വേഷനിലുള്ള ഒരു പോയിന്റ് ആണത്, സാറ്റിസ്ഫൈ ചെയ്യും. തെറ്റാണെങ്കിൽ ആ ഇക്വേഷനിലുള്ള പോയിന്റ് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉള്ള പോയിന്റ് ആണ്. അപ്പൊ നമുക്കിനി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. C82 എന്ന പോയിന്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് C82 in the above equation. C82 എന്ന പോയിന്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും? എക്സിന് പകരം 8, 2 into 8 minus 5 into വൈക്ക് പകരം 2, 5 into 2 minus 6 equal to എത്ര വരും നോക്കുക. 2 into 8 16, 16 minus 10 minus 6 equal to 0 is 2. ഇക്വേഷൻ കറക്റ്റ് ആയില്ലോ? ഇക്വേഷൻ കറക്റ്റ് ആയി. 2 പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ ലൈൻ കണ്ടുപിടിച്ചു. 2 പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിച്ചു. 3ാമത്തെ പോയിന്റ് ഇക്വേഷനിൽ കൊടുത്തു. 3ാമത്തെ പോയിന്റ് ഇക്വേഷനിൽ കൊടുത്തപ്പോൾ ആ ഇക്വേഷൻ ട്രൂ ആണ്. അപ്പൊ ആ ലൈനിലുള്ള ഒരു പോയിന്റ് ആണെന്നാണ് അർത്ഥം. ആ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ കൊടുത്തേക്കണത്. കറക്റ്റ് അല്ലെങ്കിൽ ലൈനിലുള്ള പോയിന്റ് അല്ല.
അപ്പൊ കറക്റ്റ് ആയി, ലൈനിലുള്ള പോയിന്റ് ആണ്. therefore ABC are collinear. therefore ABC are collinear. ഇക്വേഷൻ ഓഫ് ലൈൻ ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇക്വേഷൻ ഓഫ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല ആണെങ്കിൽ ആ രീതി ചെയ്യണം. സ്ലോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ആ രീതി ചെയ്യണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. സർ ഇവിടെ ബി സിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ആയിട്ട് കിട്ടണ്ടോ എന്ന് നോക്കിയാലും പോരാ ഇക്വേഷൻസ്? ബി സിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻസ് രണ്ടും സെയിം ആണോ നോക്കിയാൽ പോരാ? ആദ്യം കിട്ടിയതിന്റെ രണ്ടാമത്തെ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. സെയിം ആവണമെന്ന് നിർബന്ധമില്ല. പാരലൽ അല്ലേ? പാരലൽ അല്ലെങ്കിൽ കൊളീനിയർ എന്ന് പറയുമ്പോൾ സെയിം ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കോൺസ്റ്റന്റിന് മാറ്റം വരാം. ഇപ്പൊ സെയിം ആയിട്ട് കിട്ടിയോ? ചെയ്തു നോക്കിയാർന്നോ? ചിലപ്പോൾ സെയിം ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺസ്റ്റന്റ്സിന് മാറ്റം വരാം കേട്ടോ. കോൺസ്റ്റന്റ്സിന് മാറ്റം വരാം. അപ്പൊ അതിലും എളുപ്പം ഇതാണ്. വീണ്ടും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ? വീണ്ടും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തുകൊണ്ട് എളുപ്പം പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇതിനകത്തോട്ട് നോക്കിയാൽ മതി. സർ അല്ലെങ്കിൽ ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പാടില്ല അതിന് പകരം ഒരു പോയിന്റും സ്ലോപ്പും. ഒരു പോയിന്റും സ്ലോപ്പും അങ്ങനെ കണ്ടുപിടിക്കാൻ പാടില്ല ഇക്വേഷൻ. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോ ലൈനിന്റെ എങ്ങനെയാ പറഞ്ഞേ നോക്കട്ടെ. ഈ ബി സിയുടെ അല്ലെങ്കിൽ എ ബിയുടെ സ്ലോപ്പ് എടുത്തിട്ട് പിന്നെ ഒരു പോയിന്റും അങ്ങനെ സ്ലോപ്പ് പോയിന്റ് ഫോം വെച്ചിട്ട് ഇക്വേഷൻ എഴുതാൻ പാടില്ല. അപ്പൊ നമുക്കൊരു ലൈനിന്റെ ഇക്വേഷനിൽ കിട്ടണത് അന്നേരം. അതാ ഞാൻ ചോദിച്ചത്. അത് ലൈനിന്റെ ഇക്വേഷൻ അങ്ങനെ കണ്ടുപിടിക്കാൻ പാടില്ല. എന്നിട്ട് വീണ്ടും വേറെ പോയിന്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് മൂന്നും സെയിം ലൈനിലാന്ന് പറഞ്ഞല്ലോ. ഈ മൂന്ന് പോയിന്റും ഒറ്റ ലൈനിലാന്ന് പറയണ്ടേ ഫാത്തിമ? 3 പോയിന്റും ഒറ്റ ലൈനിലാന്ന് കാണിക്കുന്നത്. അപ്പൊ ഫാത്തിമ ചെയ്യുമ്പോ എങ്ങനെ ചെയ്യും? സ്ലോപ്പ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് 2 പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആ 2 പോയിന്റിൽ ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. മൂന്നാമത്തെ പോയിന്റ് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എയും ബിയും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചു. എയും ബിയും തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചു. ആ എയും ബിയും ആ പോയിന്റ് ഒരെണ്ണം. സ്ലോപ്പും എ എന്നുള്ള പോയിന്റും കൊടുത്ത് ഇക്വേഷൻ കാണാം, അല്ലെങ്കിൽ സ്ലോപ്പും ബിയും കൊടുത്ത് ഇക്വേഷൻ കാണാം. സി അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് സി വീണ്ടും ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ബാങ്ക് കൊടുത്തോ? ശരി ശരി. അങ്ങനെ കൃത്യം എത്രയായി? 6:20 അല്ലെ? 20, 15, 30, 35 ജോയിൻ ചെയ്യുക കേട്ടോ. 35 ജോയിൻ ചെയ്യുക. എന്താ ഇത് മറ്റേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ലേ മേളില്? ഏത് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ നീ പറഞ്ഞോ. അതിലപ്പോ നമ്മൾ ഡിനോമിനേറ്റർ ഒന്നും ചെയ്തില്ലല്ലോ. അതെന്താ? അല്ല, സാധാരണ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ അതും കൂടെ ചെയ്യണല്ലേ? അല്ല, ഡിനോമിനേറ്റർ വെച്ച് നമ്മൾ ചെയ്തേക്കണടാ. ഈ -5 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതല്ല, ഈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇല്ലില്ല, അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴാ. ഇപ്പൊ x/2 + y/2 എന്നാണെങ്കിൽ ഡിനോമിനേറ്റർ തമ്മിൽ എടുക്കണം. അല്ലെങ്കിൽ y/3 എന്നാണെങ്കിൽ ഡിനോമിനേറ്റർ കൂടെ വേണം. പ്ലസ് ആണെങ്കിൽ എവിടെ പ്ലസും മൈനസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണത് കേട്ടോ. നടുക്കേ പ്ലസും മൈനസും ആണ്. ഈക്വൽ ടുവിന്റെ അപ്പുറം ഇപ്പുറം കിടക്കുവാണെങ്കിൽ അത് വേണ്ട. നടുക്ക് പ്ലസും മൈനസും ആണെങ്കിലാണ്. മറ്റേ സ്ലോപ്പ് പോയിന്റ് വെച്ചെടുക്കുമ്പോ എ ബിയുടെ സ്ലോപ്പ് കണ്ടിട്ട് ഒരു പോയിന്റ് കൂടെ കിട്ടിയാ പോരെ? അത് ബി ആയിട്ട് എടുക്കാൻ പറ്റൂലേ? എ ബിയുടെ സ്ലോപ്പ് കണ്ടിട്ട് ഒരു പോയിന്റ് ബി പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റൂലേ? ബി പോയിന്റ് ആയിട്ട് എടുത്ത് ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്നിട്ട് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടൂലേ? മതി, സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി.
ഓക്കെ, എക്സസൈസ് കഴിഞ്ഞു കേട്ടോ മക്കളെ. എക്സസൈസ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ടോപ്പിക്കാണ് കേട്ടോ. അടുത്ത ടോപ്പിക്ക് ഹെഡിങ് കൊടുത്തുള്ളുക, ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹെഡിങ് എഴുതിക്കൊള്ളുക കേട്ടോ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമ്മളിപ്പോ പല ഫോർമാറ്റും പഠിച്ചായിരുന്നു കേട്ടോ. പല ടൈപ്പ് ഇക്വേഷൻസും പഠിച്ചു. പോയിന്റ് സ്ലോപ്പ് ഫോം പഠിച്ചിട്ടുണ്ട്, ദെൻ 2 പോയിന്റ് ഫോം പഠിച്ചിട്ടുണ്ട്, ഇന്റർസെപ്റ്റ് ഫോം, എക്സ് ഇന്റർസെപ്റ്റ് തന്നാൽ എങ്ങനെ എഴുതാം, വൈ ഇന്റർസെപ്റ്റ് തന്നാൽ എങ്ങനെ എഴുതാം, 2 ഇന്റർസെപ്റ്റ് തന്നാൽ എങ്ങനെ എഴുതാം, നോർമൽ ഫോം, പല ടൈപ്പ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പക്ഷെ എല്ലാത്തിനും കൂടെയും കൂടിയിട്ട് ഒരു ഒറ്റ ജനറൽ ഫോം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും കൂടെയും കൂടിയിട്ട് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാന്ന് പറയാമോ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കി എല്ലാ ഇക്വേഷനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലും മതി. എല്ലാ ഇക്വേഷനകത്തൊക്കെ ഏതെല്ലാം ടേമുകളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കി നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതാൻ പറ്റും. ആ നമ്മൾ എഴുതിയേക്കണ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു തരിക. എന്തായിരിക്കും ജനറൽ ഇക്വേഷൻ? എന്തായിരിക്കും അതെ സാർ? എനിക്ക് അങ്ങനെ കൃത്യം കിട്ടിയില്ല. ഞാൻ നീ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് അതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. നീ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തേ. ആ എടുത്തു. പേര് പറ. ഏത് ഇക്വേഷൻ എടുത്തേക്കണേ? പോയിന്റ് സ്ലോപ്പ്. പോയിന്റ് സ്ലോപ്പ് ഫോം. ശരി, അതിനകത്ത് എന്തൊക്കെ ടേംസ് ഉണ്ട്? പോയിന്റും സ്ലോപ്പ് എന്ന് പറയരുത് കേട്ടോ, വേറെ. ആ വൈഡ് ടേം ഇല്ലേ? എടാ ചോദിച്ചാൽ ഇതിന്റെ ആൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നോക്കാം, പ്രോബ്ലം നോക്കിക്കോ. അത് നല്ലത്. ടൈപ്പ് നോക്കണേക്കാളും നല്ലത് ആ പ്രോബ്ലത്തിനകത്ത് ആൻസറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെല്ലാം ചെയ്തപ്പോ എക്സാമ്പിളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ 2 വിട്ടേരെ കേട്ടോ. 1 പോയിന്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, അങ്ങനെ പലതിനകത്തും എക്സാമ്പിളുകൾ അവിടെ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നേക്കുന്നതൊക്കെ. ആ എക്സാമ്പിളുകളിലേക്കൊക്കെ നിങ്ങൾ നോക്കുക. ചെയ്തു വന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട് മൂവാതെ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ട് എന്തെല്ലാം ടേംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ആൻസർ പറ. ആൻസർ നോക്കിട്ട് പറ. ഈ ആൻസറിൽ എം ഉണ്ടോ? അത് എക്സ്, വൈ, പിന്നെ ഒരു കോൺസ്റ്റന്റ്. എക്സിന്റെ ടൈം ഇല്ലേ? ആൻസർ ആട്ടോ ഞാൻ പറഞ്ഞത് മക്കളെ. ആൻസറിലേക്കാ നോക്കുക. ഇക്വേഷൻ നമ്മളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൻസറിനകത്ത് ഒരു എക്സിന്റെ ടേം ഉണ്ടാകും, ഒരു വൈയുടെ ടേം ഉണ്ടാകും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാകും. നിങ്ങൾ നോക്കിയേ, വേറെ ടൈപ്പുകളൊക്കെ എടുത്ത് നോക്കിയേ. വേറെ ടൈപ്പുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ എക്സസൈസ് എടുത്ത് നോക്കിക്കോ. എക്സസൈസിനകത്ത് നമ്മൾ കുറെ പ്രോബ്ലം ചെയ്തല്ലോ. ലൈൻ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എല്ലാം അതേ സ്റ്റൈലിലല്ലേ വന്നേക്കണം. നോക്കി എല്ലാ ഇക്വേഷൻസും നമ്മൾ പല ഫോംസ് ആണ് പറഞ്ഞേക്കണത്. പല ഫോംസ് ചെയ്തു വന്നാലും ആൻസറിലേക്ക് വന്നു കഴിയുമ്പോൾ ആ എക്സസൈസ് എടുത്ത്, എക്സസൈസ് ഏതായിരുന്നു ഇപ്പൊ നമ്മൾ ചെയ്ത് നിർത്തിയ എക്സസൈസ്? 10.2 ഏതായിരുന്നു ഭീമ അറിയാം? 10.2 അല്ലേ? ആ ശരി, 10.2 പ്രോബ്ലംസ് നോക്കി. ഒരു സെക്കൻഡ് ഡോക്ടറെ, ഒരു സെക്കൻഡ്. പറഞ്ഞ ഭീമ. ആ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നോക്കിയിട്ട് നമ്മളിപ്പോ പറഞ്ഞ അതേ സ്റ്റൈലിൽ തന്നെ കിടക്കണേ നോക്കി. ഇതേ സ്റ്റൈലിലല്ലേ കിടക്കണേ നോക്കി. ആൻസറിന് അതൊക്കെ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റ് ആണെങ്കിലും കേട്ടോ, ഏത് ഫോർമാറ്റ് ആണെങ്കിലും ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എക്സിന്റെ ടൈം ഉണ്ടാകാം,
ഒരു വൈയുടെ ടേം ഉണ്ടാകാം, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാകാം. പിന്നെ ചില കേസില്, അതായത് ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് കേസിനകത്ത് പാരലൽ ടു വരുമ്പോൾ, പാരലൽ ടു ആക്സിസ് വരുന്ന കേസിനകത്ത് ഒന്നുകിൽ എക്സിന്റെ ടേം മാത്രം വരാം, അല്ലെങ്കിൽ വൈയുടെ ടേം മാത്രം വരാം. ശരിയാണോ? പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടോ 1ഉം 2ഉം കേസിനകത്ത് പറഞ്ഞത്. ബാക്കി എല്ലാത്തിനകത്തും എക്സിന്റെ ടേം ഉണ്ടാവും, വൈയുടെ ടേം ഉണ്ടാവും, കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ഒന്നാമത്തെ കേസിനകത്താണെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ? കാണുന്നുണ്ടോ നിങ്ങള്? മറച്ചു നോക്കി അത് കാണുക കേട്ടോ. പറയുമ്പോ ചുമ്മനെ കേട്ടിരുന്ന മനസ്സിലാവില്ല, നിങ്ങളത് മറച്ചെടുത്ത് വെച്ചിട്ട് കാണുക. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടെ വൈയുടെ ടേമും കോൺസ്റ്റന്റ് ടേമും ഉള്ളൂ, എക്സിന്റെ ടേം ഇല്ല. നേരെ തിരിച്ച് പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്, വൈയുടെ ടേമും ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, എക്സിന്റെ ടേം ഇല്ല. ചിലപ്പോൾ അങ്ങനെ വരാം കേട്ടോ. ആക്സിസിന് പാരലൽ ആണെങ്കിൽ എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണമേ കാണുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആക്സിസിന് പാരലൽ ആണെങ്കിൽ എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണമേ കാണുള്ളൂ. ആക്സിസിന് പാരലൽ അല്ലെങ്കിൽ എക്സിന്റെ ടേം ഉണ്ടാവും, വൈയുടെ ടേം ഉണ്ടാവും, കോൺസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്, ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പറയുന്നത് ഇതാണ്: എ എക്സ് എക്സിന്റെ ടേം അതിന്റെ കോഎഫിഷ്യന്റ് ആണ് കേട്ടോ, പ്ലസ് ബി വൈയുടെ ടൈം ബി കോൺസ്റ്റന്റ് പ്ലസ് വെറും കോൺസ്റ്റന്റ് സി ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ കേസും കേട്ടോ, എല്ലാ കേസും ഇതാണ്. എല്ലാ കേസിനകത്തും വരുന്ന ഇതാണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് അവസാനത്തി കഴിയുമ്പോൾ ഒരു എക്സിന്റെ ടൈം ഉണ്ടാകും, ഒരു വൈയുടെ ടൈം ഉണ്ടാകും, ഒരു കോൺസ്റ്റന്റ് ഉണ്ടാകും. അപ്പൊ എക്സിന്റെ ടൈമിനാണ് നമ്മൾ ax എന്ന് കൊടുത്തിരിക്കുന്നത്. ax പ്ലസ് ബി വൈ plus c equal to 0, where a and b not 0 simultaneously എന്നാണ് പറഞ്ഞത് കേട്ടോ. എയും ബിയും 0 ആകാം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ, പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഏത് 0 ആയി പോവും? ഇവിടെ എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ, പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഏത് 0 ആയിരിക്കും? ഏതാ 0 ആയിട്ട് വരുന്നത് ജമീലത്തെ? പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ y. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ എങ്ങനെ കിട്ടും? x 0. ഈ എക്സിന്റെ ടൈം a 0 ആയി പോവും. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ y ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നല്ലേ ഇക്വേഷൻ? പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ y ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ വൈയുടെ ടേമും ഉണ്ടാവും, ഈ വൈയുടെ ടേമും ഉണ്ടാവും, കോൺസ്റ്റന്റ് ഉണ്ടാവും. ഇത് 0 ആയി പോവും. അതായത് a 0 ആയി പോവും. മനസ്സിലായോ? a 0 ആയി പോവും. ഇനി പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിലോ, പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ x ഈക്വൽ ടു കോൺസ്റ്റന്റ് x ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ എക്സിന്റെ ടേം ഉണ്ടാകും, ദെൻ കോൺസ്റ്റന്റ് ഉണ്ടാകും. ഈ വൈയുടെ ടേം 0 ആയി പോവും കേട്ടോ. രണ്ടും ഒരുമിച്ച് 0 ആവില്ല, ചിലപ്പോൾ ഏതെങ്കിലും 0 ആകാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ്, ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. General equation of the line is ax plus by plus c equal to 0. General equation of the line is ax plus by plus c equal to 0, where a and b are, where capital A and capital B are not 0 simultaneously, where capital A and capital B are not 0 simultaneously. രണ്ടും ഒപ്പം 0 ആകരുത്. പാരലൽ ടു ആക്സിസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയി പോകും കേട്ടോ. രണ്ടും ഒപ്പം 0 ആകരുതെന്നേ കണ്ടീഷൻ ഉള്ളൂ. അപ്പൊ ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞാൽ ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. ഇനി ഒരു ഹെഡിങ് കൊടുത്തോളുക, എന്നിട്ട് ഒന്നും എഴുതണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ കേട്ടിരുന്നാൽ മതി. ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ ലൈൻ, ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ ലൈൻ ax plus by plus c equal to 0. Different forms of the line ax plus by plus c equal to 0.
different forms of the line ax plus by plus c equal to 0. എഴുതിയോ? അത്ര എഴുതി നിൽക്കട്ടെ, അത്ര എഴുതിയിട്ട് നിൽക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോളുക. ax plus by plus c equal to 0. ശ്രദ്ധിക്കാട്ടെ പിള്ളേരെ, ഒന്നും എഴുതണ്ട, ഞാൻ എഴുതുന്ന കണ്ടിരുന്നാൽ മാത്രം മതി. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുവാണ് കേട്ടോ. ax plus by plus c equal to 0 ജനറൽ ഇക്വേഷൻ തരുവാണ്. നമുക്ക് ഇനി അടുത്ത എക്സസൈസിൽ ചെയ്യാനുള്ള കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. ജനറൽ ഇക്വേഷൻ തരുന്നു. ഈ ജനറൽ ഇക്വേഷനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ് കേട്ടോ. ജനറൽ ഇക്വേഷനെ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. എന്താണ് അറേഞ്ച്മെന്റ് നിങ്ങൾ നോക്കുക. ഞാൻ ഇവിടെ ഈ വൈഡ് ടേം മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തി. ബി വൈ ഈക്വൽ ടു എന്ത് വരും? ബാക്കി ടേംസ് മറു സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ബാക്കി എന്ത് വരും? എന്താ ലുക്മാനെ ബാക്കി വരുന്നത്? ഞാൻ പറയാം, നീ എന്താ ആൻസർ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ബി വൈ ഈക്വൽ ടു എന്ത് കിട്ടും? ബി വൈ ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് സി. ആ അത്രല്ലേ ഉള്ളൂ. ബി വൈ ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് സി എന്ന് വന്നു. എനിക്ക് ഇതിനകത്ത് വൈ കിട്ടണം ലുക്മാനെ. വൈ ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് സി ബൈ ബി. മൊത്തത്തിൽ ബൈ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ചെയ്യാലോ. ഓരോന്നിനും ചെയ്ത് പറഞ്ഞോടാ. മൈനസ് എ എക്സ് ബൈ ബി. മൈനസ് എ ബൈ ബി അല്ലെ? മൈനസ് എ ബൈ ബി എക്സ് എഴുതാലോ. മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി. സി ബൈ ബി. ശരി. എന്റെ ക്വസ്റ്റ്യൻ, ഈ ഫോം നിങ്ങൾക്ക് പരിചിതമുണ്ടോ? ഈ ഫോമിനെ പറ്റി എന്തെങ്കിലും പരിചയം എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. ജനറൽ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. അതിനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. വൈയുടെ ടൈം മാത്രം ഒരു സൈഡിൽ നിർത്തി, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആ വൈയുടെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. y ഈക്വൽ ടു എനിക്ക് കിട്ടി. ഇപ്പൊ y ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇതേ സ്റ്റൈലിലുള്ള ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ അർജുനെ? സ്ലോപ്പ് ഇന്റർസെക്ടർ അല്ലേ? സ്ലോപ്പ് ഇന്റർസെക്ടർ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് അതെന്താണെന്ന് പറഞ്ഞടാ ഇക്വേഷൻ. y ഈക്വൽ ടു ഈക്വൽ ടു ഇതിന്റെ അകത്ത് നോക്കി പറഞ്ഞാൽ നീ എവിടെ നോക്കി പറഞ്ഞാലും എനിക്ക് വിരോധമില്ല കേട്ടോ. ഞാൻ പഠിപ്പിച്ചതിന് ശേഷം ചോദിക്കുമ്പോ അടച്ചു വെച്ചിട്ട് ഉത്തരം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നീ ഇപ്പൊ എവിടെ വെള്ളം നോക്കി പറഞ്ഞു. y ഈക്വൽ ടു നാളെ ഞാൻ ചോദിക്കും തുടങ്ങുമ്പോ കേട്ടോ. അന്നേരം നീ അടച്ചു വെച്ചിട്ട് ഉത്തരം പറഞ്ഞു. നോക്കാൻ പറ്റില്ല. ശരി, പറഞ്ഞോ. എം ഇൻറ്റു എക്സ് മൈനസ് ടി. y ഇൻറ്റു എം എക്സ് മൈനസ് ടി. അങ്ങനെ ഒരു ഫോം ഞാൻ തന്നിട്ടില്ലല്ലോടാ. y ഇൻറ്റു എം എക്സ് മൈനസ് ടി എന്നൊരു സാധനം തന്നിട്ടില്ലല്ലോ. എം എക്സ് പ്ലസ് സി. എം ഇൻറ്റു എക്സ് മൈനസ് ടി ബ്രാക്കറ്റിലല്ലേ? അതാ ഞാൻ പറഞ്ഞു. അതല്ലടാ, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ? ഇവിടെ വല്ല ബ്രാക്കറ്റ് ഉണ്ടോ അങ്ങനെ? ഇല്ല ഇല്ല. അപ്പൊ ഇവിടെ ഏതാ? നീ പറഞ്ഞായിരുന്നു y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. സി y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി സ്റ്റൈലിലാണ് ഈ കിടക്കുന്നത് കേട്ടോ. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. ഇതിനകത്ത് ഈ എം എന്ന് പറഞ്ഞ എന്താ? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എം എന്തായിരുന്നു? ആ എം എന്നുള്ള ലെറ്റർ എന്തിനാ സൂചിപ്പിക്കണത്? എന്തിനാ അഷ്കറെ എം സൂചിപ്പിക്കണേ? സ്ലോപ്പ്. സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു എന്തായിരിക്കും പറയാമോ? സ്ലോപ്പ് എം ഈക്വൽ ടു പറ. ഈ ബോക്സിലേക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സ്ലോപ്പ് എത്രയാ അഷ്കറെ? മൈനസ് എ ബൈ ബി അല്ലേ? സ്ലോപ്പ് എം ഈക്വൽ ടു മൈനസ് എ ബൈ ബി ആണ് കേട്ടോ. സ്ലോപ്പ് എം ഈക്വൽ ടു മൈനസ് എ ബൈ ബി. ദെൻ സി എന്തായിരുന്നു? സി എന്താ അംജിത്തെ? സി
സി എന്ന് പറഞ്ഞ എന്ത് സാധനടാ? എക്സോ. എക്സോ? സി എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? സി ഈക്വൽ ടു എക്സ് എന്നല്ലേ? എന്റെ വീട് മൈലൂർ തന്നെയല്ലോ അല്ലേ? മൈലൂര് അല്ല. നിരപ്പ്. ആ ശരി. അല്ല സാർ അറിയില്ല എനിക്ക്. എടാ അറിയില്ലാത്ത കാര്യം വരുമ്പോ ഒന്ന് മറച്ചെങ്കിലും നോക്കി കാണടാവേ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ, ഈ ആയുധങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടല്ലേ ചോദിക്കണത്. ഇതൊന്ന് കാണുന്നേ നിങ്ങൾ, അങ്ങനെയെങ്കിലും ഒന്ന് കാണട്ടെ. സി എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ് സി? എന്താ ഹാഷിമേ സി എന്ന് പറഞ്ഞ? എടാവേ y ഈക്വൽ ടു mx പ്ലസ് സിക്കകത്ത് സി എന്ന് പറഞ്ഞ എന്നതാണ്? അതൊരു പോയിന്റ് അല്ലേ? അതൊരു പോയിന്റ് ആണ്. ആ പോയിന്റ് സാധാരണ എവിടെ കാണും? കുറച്ചധികം കഷ്ടപ്പെടാൻ കേട്ടോ മക്കളെ. ഉപായത്തിലൊന്നും കാര്യം നടക്കില്ല കേട്ടോ. 10ാം ക്ലാസ് പോലെയൊന്നും അല്ല, ഉപായത്തിലൊന്നും കാര്യങ്ങൾ നടക്കൂല കേട്ടോ. കുറച്ച് മെനക്കെടാൻ കുറച്ച് മെനക്കെടാനുണ്ട്. അടുത്ത വർഷം വരുമ്പോ ഇതിന്റെ ഇരട്ടി ഉണ്ട് കേട്ടോ. അടുത്ത വർഷം വരുമ്പോ ഇതിന്റെ ഇരട്ടി ആയിരിക്കും കാര്യങ്ങൾ. ചാപ്റ്ററിന്റെ എണ്ണം കുറയും, ഓരോ ചാപ്റ്ററിലും ടോപ്പിക്കുകൾ ഒത്തിരി കൂടും. ഉപായത്തിലൊന്നും നിങ്ങൾ വിചാരിക്കണോട്ട് കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. കാര്യങ്ങൾ മനസ്സിലാക്കി പറ്റും. ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സി ഒരു പോയിന്റ് അല്ലേ എന്ന്? ഇന്റർസെപ്റ്റ് ആണോ സി? ഏത് ഇന്റർസെപ്റ്റാ? സ്ലോപ്പ്. എടാ സ്ലോപ്പ് എന്ന് പറഞ്ഞ ഇന്റർസെപ്റ്റ് ആണോടാ? അല്ല, ലൈനിന്റെ ഇന്റർസെപ്റ്റ് ആണോ? ലൈനിന്റെ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഇന്റർസെപ്റ്റാ? എടാ എല്ലാം വ്യക്തമായിരിക്കണം, ആൻസർ വ്യക്തമായിരിക്കണം. എന്താ ഷാഹിൻ ഷാ? അത് അറിയില്ല. അറിയില്ല. നിന്റെ കയ്യിൽ സാധനമൊക്കെ ഉണ്ടോ? ഏത് സാധനം? ഞാൻ ഈ പറഞ്ഞു തന്നേക്കണ സാധനങ്ങളൊക്കെ നിന്റെ കയ്യിൽ ഉണ്ടോന്ന്? കണ്ടില്ല. നിന്റെ കയ്യിൽ ബുക്ക് ഉണ്ടോടാ ഇപ്പൊ? ബുക്കൊക്കെ ഉണ്ട്. മാത്സിന്റെ ബുക്ക് ഉണ്ടോ? ഉണ്ട്. എവിടെ കണ്ടേ? ഞാൻ ഈ പറഞ്ഞു തന്നൊന്നും അതിന്റെ അകത്ത് ഇല്ലേ? ശരി, അതെവിടെയാ നോക്കിയെടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണില്ല. വേണ്ട, ഇതിക്കുള്ള താങ്ങാൻ എനിക്ക് ശേഷിയില്ല. സി എന്താന്നുള്ളത് എന്താ മൂവാതെ? സി വൈ ഇന്റർസെപ്റ്റ്. വൈ ഇന്റർസെപ്റ്റ്. സി എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആണ് കേട്ടോ. വൈ ഇന്റർസെപ്റ്റ്. വൈ ഇന്റർസെപ്റ്റ് സി ഈക്വൽ ടു, കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും മൂവാതെ? വൈ ഇന്റർസെപ്റ്റ് സി വൈ ഇന്റർസെപ്റ്റ് സി കമ്പയർ ഈ ഇക്വേഷനകത്ത് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ക്യാപിറ്റൽ സി ആണ് കേട്ടോ. എന്താ? സി ബൈ വി അല്ലേ? സി ബൈ ബി ആണ്, മൈനസ് സി ബൈ ബി കേട്ടോ. മൈനസ് സി ബൈ ബി. അത് ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. ഇത് സ്മോൾ ലെറ്റർ ആണ്, മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. മൈനസ് സി ബൈ ബി. സി ബൈ ബി. അതായത് നിലവിൽ ഇവിടെ ചെയ്തിരിക്കുന്ന പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ തരും. ജനറൽ ആയിട്ട് ഇക്വേഷൻ തന്നിരിക്കുകയാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഈ ജനറൽ ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനെ അടുത്ത എക്സസൈസിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്തേക്കാനാണ് ഈ കണ്ടത്. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാം?
അപ്പോൾ സ്ലോപ്പ് എന്താണ്, ഇന്റർസെപ്റ്റ് എന്താണ്? കാണാപ്പാടം പഠിക്കാമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് സ്ലോപ്പും ഇത് എഴുതാൻ പറ്റും. -a/b എന്നോ, സ്ലോപ്പ് ഈക്വൽ ടു -a/b, y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു -c/b. അത് കാണാപ്പാടം പഠിച്ചാൽ നല്ലതാണ്. നമുക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കാണാപ്പാടം പഠിച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ലൈനിന്റെ ഇക്വേഷനിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടും. കാണാപ്പാടം പഠിക്കുന്നത് നല്ലതായിരിക്കും, വേണ്ട, ഞാൻ ഉറപ്പിച്ച് പറയണമില്ല. കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് തരുന്ന ഇക്വേഷനെ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, തരുന്ന ഇക്വേഷനെ, ജനറൽ ഇക്വേഷനെ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക്, അതായത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. സ്ലോപ്പ് എന്താണ്? ജനറൽ ഫോം ax plus by ഈക്വൽ ടു 0 ആണെങ്കിൽ, ജനറൽ ഫോം ax plus by plus c ഈക്വൽ ടു 0 ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -a/b ആയിരിക്കും. ഇവിടുന്ന് y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -c/b ആയിരിക്കും. അപ്പോൾ ആദ്യം വൈയുടെ ടേം ഒരിടത്താക്കി വൈയുടെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു y ഈക്വൽ ടു mx plus c എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഐഡിയ ക്ലിയർ ആവും കേട്ടോ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഐഡിയ ക്ലിയർ ആയിക്കോളാം. ഒരു പ്രോബ്ലം ഞാൻ തരാം, തൽക്കാലം ഇത് എഴുതിക്കേ. 1 നമ്പർ ഇട്ടിട്ട് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം 1 എന്ന് നമ്പർ ഇടുക, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് കൊടുക്കുക. 1 സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇത് എഴുതിക്കൊള്ളുക കേട്ടോ. ax plus by plus c equal to 0 അറേഞ്ച് ചെയ്ത് ഇവിടെ എഴുതുക. ബോർഡിലുണ്ട്. ബോക്സ് ഒന്നും വേണ്ട കേട്ടോ, അതൊക്കെ ഞാൻ വരുമ്പോ വരച്ചു വെച്ചെന്നുള്ളൂ. കമ്പയറിംഗ് വിത്ത് y ഈക്വൽ ടു mx plus c, സ്ലോപ്പ് എഴുതിക്കൊള്ളുക, y ഇന്റർസെപ്റ്റ് എഴുതിക്കൊള്ളുക. എഴുതി കഴിഞ്ഞോ? താഴെ ഒരു എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ: reduce x plus 7y equal to 0 to slope intercept form. Reduce x plus 7y equal to 0 to slope intercept form. Reduce x plus 7y equal to 0 to slope intercept form. ഇത് ജനറൽ ഇക്വേഷൻ ആട്ടോ. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. എക്സിന്റെ ടേം ഉണ്ട്, വൈയുടെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ഇവിടെ 0 ആണ് കേട്ടോ. കോൺസ്റ്റന്റ് ഇല്ല, 0 ആണ് ഇവിടെ വന്നേക്കുന്നത്. കോൺസ്റ്റന്റ് ഇല്ലാന്ന്. എക്സിന്റെ ടേം ഉണ്ട്, വൈയുടെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ഇല്ല എന്നുള്ളൂ. ഈ ഇക്വേഷനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ ചെയ്യാം? എനിക്ക് പറഞ്ഞു തരണം. എങ്ങനെ ചെയ്യാം അൽസാഫെ? ആദ്യം ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കൂലേണ്ട. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. എന്താ സ്റ്റാൻഡേർഡ് ഫോം? നമ്മുടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏത് മനസ്സിൽ വരണം? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏത് മനസ്സിൽ വരണം? ഏതാ സ്റ്റാൻഡേർഡ് ഫോം? x plus by plus c is equal to 0. എടാ അത് ജനറൽ ഫോം. അത് ലൈനിന്റെ ജനറൽ ഫോം ആണ്. നമുക്ക് ഈ ജനറൽ ഫോമിനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണം. മനസ്സിലാവുണ്ടോ? തന്നിരിക്കുന്നത് ജനറൽ ഫോം ആണ്. ജനറൽ ഫോമിനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണം. അപ്പൊ അങ്ങോട്ട് മാറ്റണമെങ്കിൽ അത് എന്താണെന്ന് അറിയണ്ടേ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്താന്ന് അറിഞ്ഞാലല്ലേ അതിന്റെ സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം? രണ്ടെണ്ണമല്ലേ, പിന്നെ എക്സ് വൈയിൽ ഇന്റർസെപ്റ്റ് ചെയ്യണം, എക്സിൽ ഇന്റർസെപ്റ്റ് ചെയ്യണം. രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ആണ് സാധാരണ കേട്ടോ. y ഇന്റർസെപ്റ്റ് ആണ് നമ്മൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ സെപ്പറേറ്റ് പറയും. ഓക്കെ, y ഇന്റർസെപ്റ്റ് വരുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായിരിക്കും അത്? y is equal to mx plus c. അതല്ലേ? y equal to mx plus c എന്നുള്ള രൂപത്തിൽ കിട്ടണം. അതായത് നമ്മുടെ ഇക്വേഷൻ y ഈക്വൽ ടു എന്ന് കിട്ടണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. y ഈക്വൽ ടു എന്ന് കിട്ടാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം?
ആ വൈയുടെ ടേം മാത്രം ഒരിടത്ത് നിർത്തുക, ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. മനസ്സിലാവുണ്ടോ? നമുക്കിതിനെ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന രൂപത്തിലേക്ക് മാറ്റണം. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക, വൈയുടെ ടേം മാത്രം ഇവിടെ നിർത്തി. അപ്പോൾ 7y ഈക്വൽ ടു എന്ത് വരും അൽസാഫെ? മൈനസ് എക്സ്. ഇനി എന്ത് ചെയ്യണം y കിട്ടണമെങ്കിൽ? മൈനസ് എക്സ് ബൈ 7. ശരി, കഴിഞ്ഞു. y ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 7, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലായി കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്ലോപ്പ് എന്ന് പറഞ്ഞു തന്നെ. സ്ലോപ്പ് എത്ര അൽസാഫെ? -1/7. സ്ലോപ്പ് -1/7 ആണ്. y ഈക്വൽ ടു എം എക്സ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ്. y ഇന്റർസെപ്റ്റോ 0 അല്ലേ? 0 പ്ലസ് സി, സിക്ക് വരെ 0 എന്നല്ലേ കിടക്കണത്? 0 ആണ് കേട്ടോ, ഈക്വൽ ടു 0. സ്ലോപ്പ് -1/7, y ഇന്റർസെപ്റ്റ് 0. എക്സാമ്പിൾ 1 കംപ്ലീറ്റ് ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളണം. ഞാൻ പറഞ്ഞതാണ് കാണാപ്പാടം പഠിക്കേണ്ടതാണ്. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. കാണാപ്പാടം പഠിക്കുന്നത് നല്ലതാട്ടോ, ഞാൻ ഉറപ്പായിട്ടും വേണമെന്ന് പറയുന്നതിലാന്നുള്ളൂ. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി ആണ്. y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു മൈനസ് സി ബൈ ബി ആണെന്ന് കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഴുതാലോ. ചെയ്ത് കഴിയുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എന്ത്? സ്ലോപ്പ്. കോൺസ്റ്റന്റ് ടൈം വരുന്നതാണ് എന്ത്? ഇന്റർസെപ്റ്റ്. സാറേ ആ ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആയതോ? ആയില്ലോടാ. എന്താ നിന്റെ സംശയം ചോദിച്ചോ? നിനക്ക് ആയോ ഇല്ലോ സംശയം നന്നാന്റെ? അല്ല, ഇത് കണ്ട ഞാനും ഇക്വേഷനിലേക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ പരിപാടിയാണ്. അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ ചെയ്ത് പിള്ളേരെ, രണ്ടാമത്തെ എക്സാമ്പിൾ 2 എന്ന് കൊടുത്തോ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ കൂടുതലായിട്ടൊന്നും എഴുതാനുള്ള. എക്സാമ്പിൾ 2, 6x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0. എക്സാമ്പിൾ 2 ക്വസ്റ്റ്യൻ മോളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ 6x പ്ലസ് 3y മൈനസ് 5 ഈക്വൽ ടു 0. ഇതിനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണം. മിഷാലെ എങ്ങനെ മാറ്റാം മിഷാലെ? 6x മൈനസ് 5 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്തോരം നീ പറഞ്ഞാട്ടെ? 3y ഈക്വൽ ടു മൈനസ് 6y പ്ലസ് 5 മൈനസ് 6 മൈനസ് 6x പ്ലസ് 5. ശരി, ഇനി 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. y ഈക്വൽ ടു മൈനസ് 6x പ്ലസ് 5 ബൈ 3 വരും. അപ്പോ ടേം ബൈ ടേം ഡിവൈഡ് ചെയ്തേ. മൊത്തത്തിൽ അങ്ങനെ കൊടുക്കാണ്ട് ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്തേ. എടാ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്ത് പറയാൻ. മൈനസ് 6x ബൈ 3 പ്ലസ് 5 ബൈ 3. അത് മൈനസ് 2x എന്നാവില്ലേ? പ്ലസ് 5 ബൈ 3 എന്നാവില്ലേ? ഇപ്പൊ ആയിട്ടോ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയി. സ്ലോപ്പ് ചെയ്യാം. സ്ലോപ്പ് എം ഈക്വൽ ടു എന്താണ് ഇവിടുത്തെ സ്ലോപ്പ്? അസ്ലമേ എന്താ അസ്ലമ ഇവിടുത്തെ സ്ലോപ്പ്? പെട്ടെന്ന് പറയടാ. നീ പറഞ്ഞ കേൾക്കുന്നില്ല കേട്ടോ അസ്ലമേ. കേൾക്കാൻ പാടില്ലടാ. ഇർഫാൻ പറയും. ഇർഫാൻ പറയടാ. സ്ലോപ്പ് എത്രയാണ് ഇവിടുത്തെ സ്ലോപ്പ്? സ്ലോപ്പ് അറിയില്ല സാർ.
സ്ലോപ്പ് അറിയില്ല. ശരി, എന്താ റോസ്മരിയ? Sir, -2. -2. സ്ലോപ്പ് -2. Y ഇന്റർസെപ്റ്റ് 5/3. 5/3. എടാ ഈ എക്സിന്റെ കൂടെ വരുന്നതാണ് സ്ലോപ്പ്, കോൺസ്റ്റന്റ് വരുന്നതാണ് Y ഇന്റർസെപ്റ്റ്. എക്സാമ്പിൾ 3. സാറേ എന്തോ ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വല്ല സെന്റൻസ് എഴുതണോ? ഒന്നും വേണ്ട. മൂന്നാമത്തത് y equal to 0. y equal to 0. y equal to 0 ആണ് തന്നേക്കുന്നത്. എന്താ മിർസ അതിന്റെ ആൻസർ? സ്ലോപ്പ് 0 തന്നെയല്ലേ? സ്ലോപ്പ് 0 ആണ്. പറഞ്ഞോ. അതെ, സ്ലോപ്പ് 0 ആണ്. ഇനി എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ലല്ലോ. ഒന്നും ചെയ്യാനില്ല കേട്ടോ. y equal to എന്നാണ് കിടക്കുന്നത്. y equal to കിടക്കണോണ്ട് ഒന്നും ചെയ്യാനില്ല. സ്ലോപ്പ് പറഞ്ഞോ. സ്ലോപ്പ് എത്രയാണ്? 0. Then y ഇന്റർസെപ്റ്റോ? y ഇന്റർസെപ്റ്റ് 1 ആണ്. 1. അപ്പൊ ഇക്വേഷൻ 0 + 1 എന്നാണോ? അപ്പൊ 0 തന്നെയാണ്. അതൊന്നുമില്ല. y equal to mx + c ആണെങ്കിൽ c ആണ്. എന്താ ചെയ്യാൻ? y ഇന്റർസെപ്റ്റ് എന്താന്ന് പറ. അവിടെ mx + c, സിയുടെ സ്ഥാനത്ത് എന്താ അവിടെ കിടക്കണമെന്ന് വെച്ചാൽ അതാണ് 0. 0 ആണ് കേട്ടോ. സ്ലോപ്പ് 0, y ഇന്റർസെപ്റ്റ് 0. സ്ലോപ്പ് 0 ആണ്, y ഇന്റർസെപ്റ്റ് 0 ആണ്. y equal to 0 എന്ന് പറഞ്ഞ എക്സ് ആക്സിസ് ആണ് അല്ലേ? y equal to 0 എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? അത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് എത്രയാണ്? 0 ആണ്. y equal to 0 എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് y ആക്സിസിനെ കട്ട് ചെയ്യുന്ന എവിടെയാണ്? 0-യിലാണ്. അതുകൊണ്ട് ഇന്റർസെപ്റ്റ് 0 ആണ്. കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ആലോചിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ. ശരി, ഞാൻ രണ്ടാമത്തെ ടൈപ്പിലേക്ക് വരുവാട്ടോ പിള്ളേരെ. രണ്ടാമത്തെ ടൈപ്പിലേക്ക് വരുന്നു. ഇനി ഒന്നും എഴുതണ്ട കേട്ടോ. അപ്പൊ 3 എക്സാമ്പിളിൽ അവിടെ നിൽക്കട്ടെ. ഞാൻ വീണ്ടും തിരിച്ച് ജനറൽ ഇക്വേഷനിലേക്ക് വരുവാണേ. ax + by + c = 0. ax + by + c = 0 എന്നുള്ള ഇക്വേഷനിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒന്നും എഴുതണ്ട, നിങ്ങൾ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ax + by = -c. ശരിയാണോ? ax + by = -c ആണെന്ന്. ശരിയല്ലേ? Then ഞാൻ ഈ -c കൊണ്ട് മൊത്തം അങ്ങ് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. ഡിവൈഡഡ് ബൈ -c. ഈ -c കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? a by -c x plus b by -c y equal to 1. കറക്റ്റ് ആണോ? ഞാൻ c മാത്രം മറുസൈഡിലേക്ക് കൊണ്ടുവന്നു. c മാത്രം മറുസൈഡിലേക്ക് കൊണ്ടുവന്നു. റസുവിനെ ഞാൻ പറഞ്ഞ കേക്കണ്ടാ? റസുവിനെ ഞാൻ പറയണ നീ കേക്കണ്ടോ? എന്നാ അവസാനം പറഞ്ഞേ? x plus
x by minus a plus by minus a equal 1. വാടാ. ഇത് നിന്റെ ആവശ്യത്തിന് വേണ്ടി വിട്ടാട്ടോ പറയണത്. നമ്മുടെ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് നീ നിറവേറ്റിക്കൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാം. തൽക്കാലം മാറ്റി വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യുക കേട്ടോ. ഒരു 10-20 മിനിറ്റോടെ ക്ഷമിച്ചാ പോരെ റസ്മിനെ? 10-20 മിനിറ്റോടെ ഒന്ന് ക്ഷമിച്ചിരിക്കട്ടോ. ശരി. ഫസ്റ്റ് ax plus by plus c equal to 0 ജനറൽ ഇക്വേഷൻ. സിനെ മറുസൈഡിലേക്ക് കൊണ്ടുപോയി ax plus by equal to -c ആണ്. -c കൊണ്ട് മൊത്തം ഇക്വേഷനെ ഡിവൈഡ് ചെയ്തു. തീർന്നില്ല കേട്ടോ. ഇനി ഈ ഇക്വേഷൻ ഒന്നോടെ അറേഞ്ച് ചെയ്യുന്നു. x by -c by a ശരിയാണോ? പ്ലസ് y by -c by b ഈക്വൽ ടു 1. ഈ താഴെ എഴുതിയേക്കണ തന്നെയാണോ നോക്കിയ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്? രണ്ടും സെയിം ആണോ എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്, അവസാനം എഴുതിയിരിക്കുന്നതും സെക്കൻഡ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നതും രണ്ടും ഒന്നാണോ നോക്കി. അത് രണ്ടും ഒന്നാണോ? അതായത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു റെസിപ്രോക്കൽ അല്ലേ? എക്സിനെ -c by a കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു a by -c പ്ലസ് വൈനെ -c by കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു b by -c ഈക്വൽ ടു 1. ഇത് തന്നെയല്ലേ ഇവിടെ അറിയത്? രണ്ടും സെയിം അല്ലേ? a by -c x പ്ലസ് b by -c y ഈക്വൽ ടു 1. ആ ന്യൂമറേറ്ററിലുള്ള എനെ താഴത്തേക്ക് കൊണ്ടുവന്നു, ന്യൂമറേറ്ററിലുള്ള ബിനെയും താഴത്തേക്ക് കൊണ്ടുവന്നു. ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത് നമുക്ക് പരിചയമുള്ള ഒരു സാധനമായിട്ടോ, നമുക്ക് പരിചിതമുള്ള ഒരു രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞത്. നമുക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ ആണിത്. ഈ ലാസ്റ്റ് എഴുതിയേക്കണത്, ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന സ്റ്റൈല് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ ഫെൻസ? അതേ രൂപത്തിലൊരു സാധനം കണ്ടിട്ടുണ്ടോ? ഇന്റർസെപ്റ്റ് ഫോർമുല. ഇന്റർസെപ്റ്റ് ഫോർമുല എന്താ? ഇന്റർസെപ്റ്റ് ഫോർമുല x by a plus y by b equal to 1. x by a plus y by b equal to 1. x by a plus y by b equal to 1 ഇന്റർസെപ്റ്റ് ഫോർമുലയുടെ രൂപത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. x by a plus y by b equal to 1 ഇന്റർസെപ്റ്റ് ഫോർമുലയാണിത്. അതായത് ജനറൽ ഇക്വേഷനെ ഇന്റർസെപ്റ്റ് ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് എന്താ ഫെൻസ? എക്സ് ഇന്റർസെപ്റ്റ് എ എക്സ് ഇന്റർസെപ്റ്റ് എ ഈക്വൽ ടു എന്താണ്? കമ്പയർ ചെയ്തിട്ട് പറ. അറിഞ്ഞൂടാ. ഞാൻ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ആ രണ്ട് ഇക്വേഷനോട് കമ്പയർ ചെയ്തിട്ട് എ എന്താന്ന് പറയാനാ പറഞ്ഞത്. എക്സ് ഇന്റർസെപ്റ്റ് എ എന്താന്ന് രണ്ട് ഇക്വേഷൻ എഴുതിയേക്കുന്നുണ്ടോ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ? അപ്പോൾ എന്ത് കിട്ടും ഈ രണ്ട് ഇക്വേഷനോടെ കമ്പയർ ചെയ്താൽ? എക്സ് ബൈ എ ഈക്വൽ ടു ഇത് രണ്ടുകളെയും കമ്പയർ ചെയ്തിട്ട് എ എന്താന്ന് പറയാൻ. എ എന്താണ്? അറിഞ്ഞൂടാ സാർ. ഇത് എന്താ മോള് ഇതിനകത്ത് അറിയാനുള്ളത്? അറിയാൻ പാത്രമൊന്നും ഇല്ലല്ലോ. എന്താ ഫർഹാനെ? സാർ പറയടാ. എക്സ് അല്ലേ? എക്സ് മറ്റേ അവിടെ നിന്ന് എടുത്താൽ മതിയോ? എക്സ് ബൈ മൈനസ് ഇ ബൈ എ അവിടെ നിന്നാണ് എടുക്കണ്ടേ? എടാ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നീ എന്നാ ചെയ്യണേ? രണ്ട് സാധനം കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? കൂടെ കൂട്ടി
രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തല്ലേ? ആ രണ്ടും കൂടെ അല്ലേ നോക്കണത്? ആ നോക്കിയിട്ട് പറ. അപ്പൊ എക്സ് ബൈ മൈനസ് സി ബൈ എ. എടാ എനിക്ക് അറിയേണ്ടത് താഴത്തെ എ ആണ്. ഈ എക്സിന്റെ താഴെ കിടക്കണ എ ഉണ്ടോ? ഈ എ എന്താന്ന് അറിയേണ്ടത്. കിട്ടില്ല സാർ. സർ മൈനസ് സി ബൈ എ ആണോ? മൈനസ് സി ബൈ എ വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ അത് കണ്ടുപിടിക്കാനായിട്ട്. എക്സ് സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു മൈനസ് സി ബൈ എ. എക്സ് ഇന്റർസെപ്റ്റ്. വൈ ഇന്റർസെപ്റ്റ്. വൈ ഇന്റർസെപ്റ്റ് ബി ഈക്വൽ ടു എന്താ ഫെൻസ? മൈനസ് സി ബൈ ബി. മൈനസ് സി ബൈ ബി. മൈനസ് സി ബൈ ബി. അതായത് ജനറൽ ഫോമിനെ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ജനറൽ ഫോമിനെ എങ്ങനെ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാം അതാണ് ഇപ്പൊ ചെയ്തേക്കണത്. എങ്ങനെ മാറ്റിയേക്കണം നോക്കി. ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാട്ടോ. ഇതല്ല തിയറി, എല്ലാ പ്രോബ്ലം ചോദിക്കും. ജനറൽ ഫോമിനെ എങ്ങനെ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാം നമുക്കറിയണം. ആദ്യം അറിയണം ഒരു ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ആ ഫോം എന്താണെന്ന് അറിയണം, എന്നാലേ മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ആദ്യം മനസ്സിൽ ഈ ഐഡിയ വരണം. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 മാറ്റണം. അതായത് ലെഫ്റ്റ് സൈഡിലെ എക്സിന്റെ ടേമും വൈയുടെ ടേമും, റൈറ്റ് സൈഡിൽ 1 വരണം. അപ്പൊ റൈറ്റ് സൈഡിൽ 1 വരുത്താൻ വേണ്ടി ആദ്യം തന്നെ ആ കോൺസ്റ്റന്റിനെ പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് വെച്ചു. ലെഫ്റ്റ് സൈഡിലെ എക്സിന്റെ ടേമും വൈയുടെ ടേമും മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇന്റർസെപ്റ്റ് ഫോമിനകത്ത് ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ ടേമും വൈയുടെ ടേമും ആണ്, റൈറ്റ് സൈഡിൽ 1 ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള എക്സിന്റെയും വൈയുടെ ടേം അവിടെ നിർത്തി, എ എക്സ് പ്ലസ് ബി നിർത്തിയിട്ട് കോൺസ്റ്റന്റ് ആയ സീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൈനസ് സി കിട്ടി. അവിടെ 1 വന്നം. 1 വരുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ഇനി മൈനസ് സി കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡ് 1 വന്നു. ഇനി ന്യൂമറേറ്ററിൽ എക്സേ പാടുള്ളൂ, എക്സ് ബൈ വന്നം. അപ്പോൾ ആ എനെ താഴത്തേക്ക് കൊണ്ടുവന്നു. ന്യൂമറേറ്ററിൽ എക്സ് മാത്രമേ പാടുള്ളൂ. എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ 1 ആയിരിക്കണം ന്യൂമറേറ്ററിൽ. അപ്പോൾ എക്സ് ബൈ മൈനസ് സി ബൈ എ. ആ മുകളിൽ ബി പാടില്ല, വൈ മാത്രമേ പാടുള്ളൂ. ആ ബിനെയും താഴത്തേക്ക് കൊണ്ടുവന്നു. വൈ ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. ഇപ്പോൾ അവിടെ ഇന്റർസെപ്റ്റ് ഫോം ആയിട്ട് മാറി. കമ്പയർ ചെയ്യുന്നു. എഴുതിക്കേ. രണ്ടാമത്തെ ഹെഡിങ് കൊടുത്തോ. രണ്ടാമത്തേത് ഇന്റർസെപ്റ്റ് ഫോം. രണ്ടാമത്തെ ടൈപ്പ് ആണ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇത് എഴുതുക. രണ്ടാമത്തേത് ഇന്റർസെപ്റ്റ് ഫോം. ജനറൽ ഇക്വേഷൻ തന്നിട്ട് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ജനറൽ ഇക്വേഷനെ എങ്ങനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിനകത്ത് y ഈക്വൽ ടു mx പ്ലസ് ചെയ്യുന്നു. അപ്പൊ y മാത്രം ഒരിടത്ത് നിർത്തി ബാക്കി മറുസൈഡിലേക്ക് കൊണ്ടുപോകണം. ഇതാണെങ്കിൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ്. അപ്പൊ എക്സിന്റെ ടേമും വൈയുടെ ടേമും ഒരിടത്ത് നിർത്തുക, കോൺസ്റ്റന്റ് മറുസൈഡിലേക്ക് കൊണ്ടുപോവുക, കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കുക, അറേഞ്ച് ചെയ്ത് എഴുതുക. സാറേ കമ്പയർ ചെയ്യുമ്പോ ഈ ആ സ്റ്റാൻഡേർഡ് ഫോർമുലയുടെ താഴത്ത് തന്നെയാണ് എടുക്കണ്ടേ? ഞാൻ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്. അതായത് ഈ സ്റ്റാൻഡേർഡ് ഫോർമുലയുടെ താഴെ വന്നിരിക്കുന്ന ഈ എയുടെ പേരാണ് എക്സ് ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോർമുലയ്ക്കകത്ത് എക്സിന്റെ താഴെ വന്നിരിക്കുന്നതാണ്, അതായത് എ ആണ്. അപ്പൊ ഇവിടെ അതുപോലെ എക്സിന്റെ താഴെ വന്നിരിക്കുന്നത് മൈനസ് സി ബൈ എ ആണ്. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് സി ബൈ എ. ഇപ്പോൾ സാറേ മനസ്സിലായി. ഈ എക്സാമ്പിൾ 3ന്റെ മേളിലാണ് ഇന്റർസെപ്റ്റ് ഫോം ചെയ്യുന്നില്ല. ഒരു സെക്കൻഡ് കേട്ടോ. എന്താ റെസ്പിന് എന്റെ സംശയം? എക്സാമ്പിൾ 3 ഇതിൽ ഇപ്പോൾ ചെയ്ത അതിന്റെ മുമ്പിലാണോ ഇന്റർസെപ്റ്റ് ഫോം ചെയ്യുന്നത്? എക്സാമ്പിൾ 3യുടെ മുമ്പിലല്ലടാ. ആ എക്സാമ്പിൾ 3 എന്ന് പറഞ്ഞത് കഴിഞ്ഞ കേസാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്റർസെപ്റ്റ് ഫോം എഴുതിട്ട് ഇത് എഴുതാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളിപ്പോ 2 ടൈപ്പ് പഠിച്ചു. ആദ്യം പഠിച്ചത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം.
സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എഴുതി അത് എങ്ങനെയാന്ന് ഡിറൈവ് ചെയ്തു, 3 എക്സാമ്പിൾ എഴുതി. അതിനുശേഷം ഇപ്പൊ എഴുതാൻ പറഞ്ഞാണ് ഇന്റർസെപ്റ്റ് ഫോം. അത് ഡിറൈവ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ എഴുതിയിട്ടില്ല. ഒരു സ്ത്രീ ശബ്ദം കേട്ടായിരുന്നല്ലോ ഇടയ്ക്ക്. സർ വാളൊക്കെ സ്ക്രോൾ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക കേട്ടോ. Reduce the following equations to intercept form. 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 Example 1. അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ വർഷ? Example 1. Three x plus 2y minus 12 equal to 0. 3x plus 2y minus 12 equal to 0. ഇതിനെ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണം. ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരണം x/a പ്ലസ് y/b ഈക്വൽ ടു 1. ഈ ഫോമിലേക്ക് മാറ്റണം കേട്ടോ. x/a പ്ലസ് y/b ഈക്വൽ ടു 1. അതൊക്കെ സൈഡിൽ എഴുതി വെച്ചോളണം കേട്ടോ. ആവശ്യമായ കാര്യങ്ങളെല്ലാം എഴുതി ചേർത്തോളണം. x/a പ്ലസ് y/b ഈക്വൽ ടു 1 ആ ഫോമിലേക്ക് മാറ്റണം നമുക്ക്. എന്തായാലും മാർഗം അംജിത്തെ ആദ്യം ചെയ്യണ്ടേ? തിയറി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ എങ്ങനെ പ്രോബ്ലം ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? ശരി, എക്സും വൈയും മാത്രം ഒരിടത്ത് നിർത്തണം. 3x പ്ലസ് 2y ഈക്വൽ ടു 12. എക്സിന്റെയും വൈയുടെ ടൈം ഒരിടത്ത്, 12നെ മറുസൈഡിലേക്ക് കൊണ്ടുവന്നു. 12. ഇനി എന്ത് ചെയ്യണം അടുത്തത്? ഇനി ആ എക്സിന്റെ ടൈമിന് ഇപ്പുറത്തേക്കുണ്ടോ? എക്സിന്റെ ടൈമിന് അപ്പുറത്തേക്ക് കൊണ്ടുണ്ടോ? അത് അപ്പുറത്ത് തന്നെ കിടന്നാൽ മതി. താഴ്ത്താക്കണ്ടേ? എടാ ആദ്യം നോക്കണ്ട, ഇവിടെ നമ്മുടെ ജനറൽ ഫോമിലേക്ക് നോക്കുന്നേ. x/a പ്ലസ് y/b ഈക്വൽ ടു 1 അല്ലേ നമ്മുടെ ഫോം. ഇപ്പൊ നിനക്ക് ഇവിടെ കിട്ടിയേക്കണ 3x പ്ലസ് 2y ഈക്വൽ ടു 12 എന്നല്ലേ? അത് പറ്റൂല, 12 പറ്റൂല. അവിടെ 1 വന്നം, അവിടെ 1 വന്നം. മൊത്തം ഡിവൈഡഡ് ബൈ 12 ആണ്. ഓരോ ടൈമിനെ നിങ്ങൾ മൊത്തത്തിൽ ചെയ്യണ്ട കേട്ടോ. ഓരോ ടൈമിനും ഡിവൈഡഡ് ബൈ 12 കൊടുക്കുക. ഡിവൈഡഡ് ബൈ 12. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x by 12 plus 2y by 12 equal to 12 by 12. ഓരോ ടൈമിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളയാന്നൊക്കെ ക്യാൻസൽ ചെയ്ത് പറഞ്ഞേ. റിസ്വാന എന്തോരം? റിസ്വാന എന്തോ? 12 കിട്ടാൻ പറ്റും. എന്തോരും? 12 മാത്രമാണോ വെട്ടാവുന്ന? ഇവിടെ കണ്ടോളൂ. ട്വൽവ് മാത്രമേ കണ്ടോളൂ. വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തൊരു ആസിമേ? അപ്പൊ എന്തോരൂടാ? x by 4 പ്ലസ് y by 6 y by 6 equal to 1 equal to 1. സ്റ്റാൻഡേർഡ് ഫോം ആയി x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റർസെപ്റ്റ് x by a plus y by b equal to 1. ഇനി ഒന്ന് എടുത്ത് എഴുതിയ കേട്ടോ. x ഇന്റ
എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്? വൈ ഇന്റർസെപ്റ്റ് എത്രയാണ്? എത്രയാണ് എക്സ് ഇന്റർസെപ്റ്റ്? എത്ര ഫിദ എക്സ് ഇന്റർസെപ്റ്റ്? 4. വൈ ഇന്റർസെപ്റ്റ് 6. അത് എടുത്ത് എഴുതരാം കേട്ടോ. എക്സ് ഇന്റർസെപ്റ്റ് ഇതാണ്. ജനറൽ ഫോമിനെ എങ്ങനെ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാം? ജനറൽ ഫോമിനെ എങ്ങനെയാണ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത്? നമുക്ക് തരുന്ന എല്ലാ ഫോമും ജനറൽ ഫോമിലേക്ക് വരും കേട്ടോ. പക്ഷെ 3 നമുക്ക് തിരിച്ചു പഠിക്കാനുള്ളൂ. 3 അല്ല, നിങ്ങളുടെ ഫോക്കസ് ഏരിയക്കകത്ത് 2 ഉള്ളൂ. ശരിക്കും 3 പഠിക്കാനുണ്ട്. ഫോക്കസ് ഏരിയക്കകത്ത് 2 ഉള്ളത്. ഫോക്കസ് ഏരിയ നോക്കുന്നില്ല കേട്ടോ. 3 നമുക്ക് എടുക്കാം. 3 എടുക്കാം. 3 ടൈപ്പും പഠിപ്പിക്കാം. എക്സാമ്പിൾ 2. രണ്ടാമത്തെ നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ തരാം. 4x minus 3y equal to 6. രണ്ടാമത്തെ എക്സാമ്പിൾ 4x minus 3y equal to 6. 4x minus 3y equal to 6. എന്ത് ചെയ്യണം ഇർഫാനെ? എല്ലാത്തിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. ശരി, എല്ലാത്തിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 6. കോൺസ്റ്റന്റ് ഇപ്പറയാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവായി കിട്ടി. എല്ലാത്തിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4x by 6 minus 3y by 6 equal to 6 by 6. അപ്പൊ എന്ത് വരും ഇർഫാനെ? വെട്ടിക്കളയാൻ വെട്ടിക്കളാം. വെട്ടിയിട്ട് പറഞ്ഞാൽ ആ, നീ പെട്ടെന്ന് പറഞ്ഞു. അത് വെട്ടാനായിട്ട് നീ എന്നെ എടുക്കാൻ പോണേ? x by 2. നീ 4 ഉം 6 ഉം വെട്ടി 2 നീട്ടി. ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെട്ടാൻ പറ്റില്ല സാർ. അങ്ങനെ വെട്ടാൻ പറ്റില്ല. എന്നാ ശരി, എങ്ങനെ വെട്ടാം? ഉത്തരം ഉണ്ടോടാ? അഷ്കറേ? പറയടാ. y by 3/2 minus x by 3/2 minus y by ആദ്യം അതിലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പില് അതിനുമ്പോഴത്തെ സ്റ്റെപ്പ് പറയാം കേട്ടോ. 4 ഉം 6 ഉം ഇട്ടേക്കും. അപ്പൊ ഇതൊരു 2x by മോള് 2 ആയിട്ട് 3 വരും. എടാ 2 കൊണ്ടാടാ, മുകളിലും താഴെയും 2 കൊണ്ട് വെട്ടിക്കളയുക. മൈനസ് അടുത്തതോ? മൈനസ് y by 2 മൈനസ് y by 2 ഈക്വൽ ടു 1 ഈക്വൽ ടു 1. ശരി, അടുത്ത സ്റ്റെപ്പ് x by 3/2. എക്സിന്റെ കൂടെ 2 വരരുത് കേട്ടോ. മുകളിൽ 1 വരാമുള്ളൂ. എക്സിന്റെ കൂടെ 1 വരാമുള്ളൂ. അപ്പൊ മുകളിലത്തെ 2 താഴ്ത്തി കൊണ്ടുവരും. x by 3/2 എന്നാവും. x by 3/2. മൈനസ് y by 2 is equal to മൈനസ് വരാൻ പാടില്ല. നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോമിനകത്ത് പ്ലസ് ആണ്. ഇന്റർസെപ്റ്റ് ഫോം x by a plus y by b എന്നല്ലേ? x by a plus y by b equal to 1. ഇതല്ലേ നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം അല്ലേ? അപ്പോൾ ആ മൈനസ് അവിടെ വരാൻ പാടില്ല. അവിടെ പ്ലസ് വരണം. പ്ലസ് അവിടെ നിന്ന് -1 മാറ്റിയ പ്ലസ് ആവില്ലേ? ആ മൈനസ് താഴത്തേക്ക് കൊണ്ടുവന്നേ. ആ മൈനസിനെ താഴത്തേക്ക് കൊണ്ടുവന്നാ മതി. അപ്പൊ എന്ത് വരും? പ്ലസ് y by -2. y by -2 താഴെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. മൈനസിനെ താഴത്തേക്ക് മാറ്റി. നമുക്ക് നടുക്ക് പ്ലസ് കൊടുക്കണം.
എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി, ആ ബി -2 ആയിക്കോട്ടെ, ഈക്വൽ ടു 1. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടോ. ഒന്ന് എടുത്തെഴുതിയത് എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 3/2, y intercept equal to -2. X intercept 3/2, y intercept -2. ബാക്കി നാളെ പറയാം കേട്ടോ. കാര്യങ്ങൾ മുഴുവൻ പഠിച്ചുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ദിവസം തിങ്കളാഴ്ച. ഒരു കുന്തം അറിയാമ്പോണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. നാളെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരിക കേട്ടോ. കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വന്നിരുന്നോളണം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you. Thank you, sir. Thank you, sir. ഓക്കെ. എടാ ഷാഹിൻ ഷാ, തീർന്നൂടാ, എണീറ്റ് പോ.